السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. അൽഹംദുലില്ലാ. കഴിഞ്ഞ ഞായറാഴ്ച അനുഗ്രഹങ്ങൾ വാരി വിതറിക്കൊണ്ടും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടും ജൽസ സാലാന UK അതിന്റെ സമാപനം കുറിച്ചു. ഈ 3 ദിവസം വളരെ അനുഗ്രഹീതമായിരുന്നു. ജൽസ സാലാനയുടെ തയ്യാറെടുപ്പ് ഏകദേശം മുഴുവൻ വർഷവും നടക്കുന്നു. എന്നാൽ അവസാനത്തെ 3-4 മാസങ്ങൾ പ്രത്യേകിച്ചും സംഘാടകരും ഒരുപാട് സന്നദ്ധ പ്രവർത്തകരും ജൽസയുടെ തയ്യാറെടുപ്പിനായി തിരക്കിലാകുന്നു. ജൽസയ്ക്ക് മുമ്പുള്ള 2-3 ആഴ്ചകളിൽ സന്നദ്ധ സേവകരുടെ എണ്ണത്തിലും വളരെയധികം വർധനവുണ്ടാകുന്നു. പ്രത്യേകിച്ച് ഹദീഖത്തുൽ മഹദിയിൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നതിനു വേണ്ടി പ്രവർത്തകർ തങ്ങളുടെ മുഴുവൻ കഴിവുകളുമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൽ യുവാക്കളുടെ ഒരു വലിയ സംഖ്യ ഉണ്ട്. ഖുദ്ദാം ആ സ്ഥലത്ത് അത് ഏകദേശം ഒരു വനം ആണ്. എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളോടും കൂടി ഒരു താൽക്കാലിക നഗരം തയ്യാറാക്കുക എന്നത് ഒരു നിസ്സാര ജോലിയല്ല. പിന്നീട് ഇതും 100% ജോലി സംബന്ധമായ പ്രാവീണ്യം ഉള്ളവരല്ല ഈ ജോലി ചെയ്യുന്നത്. ഇതെല്ലാം തന്നെ നടക്കുന്നത്, ഇതിൽ നിന്ന് ഫലം ലഭിക്കുന്നത് അത് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ടാണ്. അള്ളാഹു തന്നെയാണ് ഈ പരിശ്രമങ്ങൾക്ക് അസാധാരണമായ വിധത്തിൽ വിജയം നൽകുന്നത്. വരുന്ന അതിഥികൾ അവരും അത്ഭുതപ്പെട്ടുകൊണ്ട് പ്രവർത്തകരുടെ വികാരാവേശത്തെ കണ്ടുകൊണ്ട് ഈ കാര്യം പ്രകടിപ്പിക്കുന്നു. ജൽസക്ക് മുമ്പ് പ്രവർത്തകർ ആരാണോ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ജൽസയുടെ ദിവസങ്ങളിൽ കൂടുതൽ വർദ്ധിക്കുന്നു. പിന്നീട് അതിൽ യുവാക്കൾ, വൃദ്ധർ, സ്ത്രീകൾ, പുരുഷന്മാർ, കുട്ടികൾ എല്ലാവരും ഉൾപ്പെടുന്നു. അന്യരായ അതിഥികളെ സംബന്ധിച്ചിടത്തോളം ഇത് അസാധാരണമായ കാര്യം ആയിരിക്കും. ഏതു വിധത്തിലാണ് കുട്ടികളും വലിയവരും എല്ലാവരും തങ്ങളുടെ ജോലികളിൽ അങ്ങേയറ്റം മുഴുകിയിരിക്കുന്നത്. അതിഥികൾ അവർക്ക് ഈ കാര്യങ്ങളെ കുറിച്ചൊരിക്കലും അനുഭവം ഉണ്ടായിരിക്കുകയില്ല. അവർ
ഇവരുടെ ജോലി കണ്ട് വളരെയധികം സ്വാധീനിക്കപ്പെടുന്നു. ഏതുപോലെ ഈ ആളുകൾ തങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നു, അത് അസാധാരണമായൊരു പ്രകടനം ആയിരിക്കും. അതോടൊപ്പം തന്നെ ഈ കാര്യത്തിന്റെ പ്രകടനവും അവർ നടത്തുന്നു. പ്രവർത്തകരുടെ സേവനം കണ്ടതുകൂടാതെ ജൽസ അവരിൽ ഒരു പ്രത്യേകമായ സ്വാധീനം ഉണ്ടാക്കി, അവരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കി. മുസ്ലിങ്ങൾ അല്ലാതിരുന്നിട്ടും അവരിൽ ഇസ്ലാമിന്റെ അധ്യാപനങ്ങളുടെ ഒരു സ്വാധീനം ഉണ്ടാക്കി. ഇസ്ലാമിനെയും ജമാഅത്തിനെയും കുറിച്ചുള്ള അറിവിൽ വർധനവുണ്ടായി. ഇസ്ലാമിനെ കുറിച്ചുള്ള നെഗറ്റീവായ സ്വാധീനത്തിന് പകരം ഇസ്ലാമിന്റെ മനോഹാരിതയെക്കുറിച്ചുള്ള അറിവ് അവർക്ക് ലഭിച്ചു. ജൽസ സ്വന്തം ആളുകളുടെ ഈമാനിൽ വർധനവിനും സാഹോദര്യം വർദ്ധിപ്പിക്കുന്നതിനും മാർഗം ആകുന്നതോടൊപ്പം അന്യർക്ക് ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനം പറഞ്ഞുകൊടുക്കുന്നതിനുള്ള മാർഗവും ആകുന്നു. ജൽസയുടെ രണ്ടാമത്തെ ദിവസത്തെ പ്രസംഗത്തിൽ നടപ്പുവർഷം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ വർഷപാതത്തിന്റെ സംക്ഷിപ്തം വിവരിക്കാറുണ്ട്. അള്ളാഹുവിന്റെ അങ്ങേയറ്റത്തെ അനുഗ്രഹത്തിന് നന്ദി പ്രകടിപ്പിക്കാറുണ്ട്. നാം കാണുന്നു, ഈ നന്ദി പ്രകടനം കൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ മഴ കൂടുതൽ നന്ദി പ്രകടനത്തിനായി ജൽസയുടെ ദിവസങ്ങളിൽ തന്നെ ആരംഭിക്കുന്നു. അതിന്റെ ഒരു പ്രകടനം അന്യരായ അതിഥികളുടെ ജൽസയെക്കുറിച്ചുള്ള അഭിപ്രായത്തിന്റെ രൂപത്തിലാണ്. ഇപ്പോൾ ഞാൻ ചുരുങ്ങിയ നിലയിൽ ചില അഭിപ്രായങ്ങൾ നിങ്ങളുടെ മുന്നിൽ വെക്കുന്നതാണ്. അതിൽ നിന്ന് വ്യക്തമാകുന്നു ജൽസയുടെ ബർക്കത്തുകൾ മറ്റുള്ളവരെയും ഏതുവിധത്തിലാണ് സ്വാധീനിക്കുന്നത്. ബെനിനിലെ ഒരു അതിഥി വാലന്റീൻ ഹുഡ്ഡെ സാഹിബ്, അദ്ദേഹം 8 വർഷം മന്ത്രിയായിരുന്നു, ഇപ്പോൾ മെമ്പർ ഓഫ് പാർലമെന്റ് ആണ്, ജൽസയിൽ പങ്കെടുത്തു. പറയുന്നു, ഞാൻ ജൽസ സാലാനയിൽ നിന്ന് അതെല്ലാം കരസ്ഥമാക്കിയിരിക്കുന്നു. അതെനിക്ക് വലിയ തുക ചിലവ് ചെയ്തു പോലും കരസ്ഥമാക്കാൻ സാധിക്കുമായിരുന്നില്ല. ഒരു സമാധാന നിർഭരമായ ആത്മീയ അന്തരീക്ഷമായിരുന്നു. അതിൽ എനിക്ക് വസിക്കാൻ അവസരം ലഭിച്ചു. ഞാൻ ഇന്നുവരേക്കും ഇത്രമാത്രം വ്യവസ്ഥാപിതമായ സമ്മേളനം കണ്ടിട്ടില്ല. അതിൽ 40,000-ത്തിനടുത്ത ആളുകൾ പങ്കെടുത്തു. വിവിധ വർഗ വർണ്ണ വംശത്തിലെ ആളുകളാണ്. എന്നിട്ടും ഇത്രമാത്രം സമാധാന നിർഭരമായ അന്തരീക്ഷം, ഒരു കലഹമോ ലഹളയോ ഇല്ല. എല്ലാവരും പരസ്പരമുള്ള സേവനത്തിൽ ഒരേപോലെ മുഴുകിയിരിക്കുകയാണ്. ചെറിയവരും വലിയവരും, യുവാക്കളും വൃദ്ധരും സ്ത്രീകളും പെൺകുട്ടികളും എല്ലാവരും ഉന്നത സ്വഭാവത്തോടുകൂടി മറ്റുള്ളവരുടെ സുഖത്തിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു കാര്യമാണ്. അത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. ഇത്ര വലിയ ജനക്കൂട്ടത്തിൽ ഒരു പോലീസോ ഒരു സൈനികനോ ആരെയും തന്നെ കാണാൻ സാധിച്ചില്ല. എല്ലാ സ്ഥലത്തും അഹമ്മദിയ ജമാഅത്തിന്റെ സേവകരാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നിസ്വാർത്ഥമായ നിലയിൽ പ്രതിഫലേച്ഛയില്ലാതെ ജോലി ചെയ്യുക എങ്ങനെയാണ് സാധിക്കുക? എന്നിട്ട് ഞാൻ ഈ കാര്യത്തിൽ എത്തി. അഹമ്മദിയ ജമാഅത്തിൽ ഇതെല്ലാം ഖിലാഫത്ത് സ്ഥാപിതമായതുകൊണ്ടാണ് സാധ്യമാകുന്നത്. അത് ജമാഅത്തിലെ കുട്ടികളിലും ചെറുപ്പക്കാരിലും വൃദ്ധന്മാരും സ്ത്രീകളിലും ഈ വിധത്തിൽ തർബിയത്ത് നൽകിയിരിക്കുന്നു. കുട്ടികൾക്ക് തന്നെ അവർക്ക് കുട്ടിക്കാലത്ത് തന്നെ അവർക്ക് ജൽസയുടെ സംവിധാനം പഠിപ്പിച്ചു കൊടുക്കുന്നു. പറയുന്നു, എനിക്ക് പറയാൻ സാധിക്കും, അഹമ്മദിയ ജമാഅത്ത് ലോകത്ത് സമർപ്പിക്കുന്ന ഇസ്ലാം ഏതു വിധത്തിലാണ് തങ്ങളുടെ അംഗങ്ങൾക്ക് അത് തർബിയത്ത് നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് മുഖേന വളരെ പെട്ടെന്ന് തന്നെ ഇസ്ലാം അഹമ്മദിയത്തിൽ ലോകം പ്രവേശിക്കുന്നതായിരിക്കും. അഹമ്മദിയത്ത് മാത്രമായിരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ മതം. അഹമ്മദിയത്ത് എന്ന് പറയുന്നത് ഒരു മതം അല്ല, ഇസ്ലാം ലോകത്തെ ഏറ്റവും വലിയ മതം ആയി മാറും. അത് അഹമ്മദിയത്ത് മുഖേന ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം മുഖേന രണ്ടാമതും പുതിയ നിലയിൽ സ്ഥാപിതമാകുന്നതായിരിക്കും. പറയുന്നു, അഹമ്മദിയ ജമാഅത്ത് ലോകത്ത് സമർപ്പിക്കുന്ന അധ്യാപനം, അതിന്റെ യഥാർത്ഥത്തിലുള്ള കർമ്മ രൂപത്തിലുള്ള ചിത്രം ഇവിടെ ജൽസയിൽ പങ്കെടുത്തുകൊണ്ട് കാണാൻ സാധിച്ചു. ഞാൻ ഈ ജൽസയുടെ ഒരുപാട് മനോഹരമായ ഓർമ്മകളും കൊണ്ടാണ് ലണ്ടനിൽ നിന്ന് തിരിച്ചു പോകുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ നിമിഷങ്ങൾ വിവരിക്കാൻ സാധിക്കാത്ത വിധം മനോഹരമായ ഒരു ഓർമ്മയാണ്. ബെനിനിലെ മറ്റൊരു അതിഥി ജുവാനോ പാസ്കൽ സാഹിബ്, അദ്ദേഹം ബെനിനിലെ പ്ലാനിംഗ് ഡെവലപ്മെന്റിൽ
ഉന്നത സ്ഥാനത്ത് അവരോധിതനാണ്. പറയുന്നു, ഞാൻ ഒരുപാട് കോൺഫറൻസുകൾ കാണുകയും അതിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ നിങ്ങളുടെ ജൽസയെ പോലെ വ്യവസ്ഥാപിതവും വിജയകരവുമായ ഒരു ജൽസ മുമ്പ് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. ഈ ജൽസയിൽ ജോലി ചെയ്യുന്ന എല്ലാ പ്രവർത്തകരും തങ്ങളുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് വളരെ നല്ല പോലെ അറിയുന്നവരായിരുന്നു. ആ നിർബന്ധ കാര്യങ്ങൾ അത്ര ഉന്നതമായ നിലയിൽ നിറവേറ്റിയിരുന്നു. 40,000 ആളുകൾക്ക് ഭക്ഷണം നൽകുന്നത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമായിരുന്നു. എന്നാൽ ഏറ്റവും വലുതും വിശ്വസിക്കാൻ സാധിക്കാത്തതുമായ കാര്യം ഇതാണ്: ഭക്ഷണം പാകം ചെയ്യുന്നതും നൽകുന്നവരും എല്ലാവരും സന്നദ്ധ സേവകരായിരുന്നു. അഥവാ മുഴുവൻ ലോകവും ഈ ആവേശത്തോടുകൂടി ജോലി ചെയ്താൽ എനിക്ക് ഉറപ്പായും പറയാൻ സാധിക്കും, ലോകത്ത് നിന്ന് കലഹവും ബഹളവും അവസാനിക്കുകയും മനുഷ്യ സമൂഹത്തിന്റെ പ്രശ്നങ്ങളും അവസാനിക്കുന്നതായിരിക്കും. എനിക്ക് അഹമ്മദിയ ജമാഅത്തിനെ പ്രശംസിക്കാതിരിക്കാൻ സാധിക്കുകയില്ല. അതിലെ വലിയവരും കുട്ടികളും യുവാക്കളും സ്ത്രീകളും എല്ലാവരും വളരെ വ്യവസ്ഥാപിതവും ആദരണീയരുമായ ആളുകളാണ്. ഹെയ്റ്റിയിലെ പ്രസിഡന്റിന്റെ പ്രതിനിധി ജോസഫ് പെരേരെ സാഹിബ് വന്നിരുന്നു. പറയുന്നു, ജൽസ എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല അനുഭവമായിരുന്നു. അതെനിക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കുകയില്ല. പ്രവർത്തകരുടെ ഉദാഹരണമില്ലാത്ത പ്രവർത്തനം എന്റെ കണ്ണുകൾ തുറന്നു. എന്നല്ല, ഇസ്ലാമിനെ കുറിച്ചുള്ള എന്റെ ചിന്താഗതി ഒറ്റയടിക്ക് മാറ്റിയെടുത്തു. പിന്നീട് ഐവറി കോസ്റ്റിൽ നിന്ന് സുപ്രീം കോർട്ടിലെ ഒരു ജഡ്ജി ഇറേലി സാഹിബ് വന്നിരുന്നു. അദ്ദേഹം ഐവറി കോസ്റ്റ് നാഷണൽ കോൺസ്റ്റിറ്റ്യൂഷണൽ കൌൺസിലിന്റെ അഡ്വൈസറും ആണ്. പറയുന്നു, ഞാൻ സ്വയം മുസ്ലിം ആണ്. കഴിഞ്ഞ 20 വർഷമായി വിവിധ ഇസ്ലാമിക വിഭാഗങ്ങളുടെ മതപരമായ സമ്മേളനങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ എനിക്ക് ഈ 20 വർഷത്തിൽ ഇസ്ലാമിനെ കുറിച്ചുള്ള ആ അറിവ് ലഭിച്ചില്ല. ഏതൊന്നാണോ ജൽസയുടെ ഈ 3 ദിവസങ്ങളിൽ എനിക്ക് ലഭിച്ചത്. ഈ 3 ദിവസങ്ങളിൽ എനിക്ക് ആത്മീയമായ നിലയിൽ പുരോഗതി ലഭിച്ചു. അത് കഴിഞ്ഞ 20 വർഷങ്ങളിൽ ലഭിച്ചിട്ടില്ല. പറയുന്നു, അനഹമ്മദി പണ്ഡിതന്മാരുടെ പക്കൽ ഒന്നും തന്നെയില്ല. ഇസ്ലാമിനെ കുറിച്ച് അഥവാ ആർക്കെങ്കിലും യഥാർത്ഥ അറിവ് നേടണം എന്നുണ്ടെങ്കിൽ അവർ അഹമ്മദിയ ജമാഅത്തിന്റെ അടുത്ത് വരികയാണ് ചെയ്യേണ്ടത്. വീണ്ടും പറയുന്നു, ജൽസയിൽ ഏതു വിധത്തിലാണ് സന്നദ്ധ സേവകർ ഡ്യൂട്ടി ചെയ്യുന്നത് അതിൽ നിന്ന് തന്നെ അറിയാൻ സാധിക്കുന്നു. അഹമ്മദിയത്തിന് ഖിലാഫത്തുമായി വളരെയധികം സ്നേഹമുണ്ട്. ഈ സ്നേഹം കൊണ്ടാണ് അവർ തങ്ങളുടെ ഖലീഫയെ പരിപൂർണമായും അനുസരിക്കുന്നത്. പരസ്പരം വളരെ സ്നേഹത്തോടുകൂടി താമസിക്കുന്നു. ഈ സ്നേഹത്തിൽ ഐക്യവും ഒരുമയും ഉണ്ട്. ഇത് കാരണം കൊണ്ടാണ് അവർ ഇസ്ലാമിന് ശരിയായ നിലയിൽ സേവനം ചെയ്യുന്നത്. മറ്റേതെങ്കിലും മുസ്ലിം വിഭാഗത്തിന്റെ പക്കൽ അത്തരത്തിലുള്ള നേതാവോ ഐക്യമോ ഇല്ല. പറയുന്നു, ഞാൻ തുടർന്നും ഈ ആത്മീയ ജൽസയിൽ പങ്കെടുക്കും. എന്നല്ല, എന്റെ ഭാര്യയെയും കൂട്ടിക്കൊണ്ടുവരും. പിന്നീട് ബലീസിൽ നിന്ന് ഒരു വനിതാ പത്രപ്രവർത്തക സെറേവോ ഇസ്കെ സാഹിബ പറയുന്നു, ഞാൻ മിയാമിയിൽ നിന്ന് ലണ്ടനിലേക്കുള്ള ഫ്ലൈറ്റിൽ ഇരുന്നപ്പോൾ എന്റെ ഉള്ളിൽ ഭയത്തിന്റെയും ഭീകരതയുടെയും ഒരുപാട് ചിന്തകൾ വന്നു. ഈ ചിന്തകൾ ഞാൻ 7 മണിക്കൂർ ദൈർഘ്യമുള്ള വിമാനത്തിൽ ഇരുന്നത് കൊണ്ടായിരുന്നില്ല, മറിച്ച് എനിക്ക് ഈ കാര്യത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ടായി. ഞാൻ എന്റെ അടുത്ത 3 ദിവസം മുസ്ലിങ്ങൾക്കിടയിലാണ് കഴിച്ചുകൂട്ടേണ്ടത്. ലോകം മുഴുവൻ നടക്കുന്ന അതിഭീകരമായ തീവ്രവാദ സംഭവങ്ങൾക്ക് ചില മുസ്ലിങ്ങൾ തന്നെയാണ് ഉത്തരവാദികൾ. എനിക്ക് തോന്നി, ഇനി എനിക്ക് തിരിച്ചു പോകാൻ സാധിക്കുകയില്ല. വിമാനം പറന്നു കഴിഞ്ഞിരുന്നു. എനിക്ക് ഇനി ഇതിനെ നേരിടേണ്ടതായി വരും. അങ്ങനെ ഞാൻ ദുആ ചെയ്തു, ഞാൻ സ്വയം ആരുടെയും തീവ്രവാദ ആക്രമണത്തിന് ഇരയാകാതിരിക്കട്ടെ. വ്യക്തമാണ്, ഞാൻ ഏതെങ്കിലും അക്രമത്തിന് ഇരയായില്ല. എന്നാൽ യാഥാർത്ഥ്യം ഇതിന് തികച്ചും വിരുദ്ധമായിരുന്നു. എന്നെ ഇവിടെ രാജകുമാരിയെ പോലെയാണ് താമസിപ്പിച്ചത്. ജൽസ സാലാനയുടെ അനുഭവം എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല അനുഭവമാണ്. ഞാൻ ഒരുപാട് ആളുകളെ കണ്ടിരുന്നു. എന്നാൽ എനിക്ക് അഹമ്മദികളെ പോലുള്ള അനുകമ്പയുള്ള ആളുകളെ ഒരിക്കലും കാണാൻ സാധിച്ചില്ല. ഞാൻ ഉന്നതമായ ഉയർന്നൊരു ജമാഅത്തിനെ കണ്ടു. എനിക്ക് വിനയത്തിന്റെയും സ്നേഹത്തിന്റെയും ഉന്നത നിലവാരം കാണാൻ സാധിച്ചു. ഓരോ ദിവസവും അങ്ങേയറ്റം ഐന്ദ്രജാലികം ആയിരുന്നു. എനിക്ക് ഈ കാര്യത്തിൽ അഭിമാനമുണ്ട്. ഞാൻ ഇവിടെ നിന്ന് ഒരുപാട് സുഹൃത്തുക്കളെയും ഓർമ്മകളും കൊണ്ടാണ് തിരിച്ചു പോകുന്നത്. ഇത് യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഒരു അനുഭവമായിരുന്നു. അതെനിക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കുകയില്ല. പിന്നീട് ബലീസ് നഗരത്തിന്റെ മേയർ ബെർണാഡ് ജോസ് സാഹിബ് പറയുന്നു, ജൽസ സാലാനെ കുറിച്ചുള്ള എന്റെ അനുഭവം ആദ്യത്തേതായിരുന്നു. അങ്ങേയറ്റം സന്തോഷപ്രദവും ഹൃദയഹാരിയും ആയിരുന്നു. ഞാൻ 3 ദിവസവും അഹമ്മദികളുടെ സാഹോദര്യവും പരസ്പര സ്നേഹവും മനുഷ്യ സമൂഹത്തോടുള്ള സ്നേഹവും എന്നിവ കണ്ട് വളരെയധികം സ്വാധീനിക്കപ്പെട്ടു. ഞാൻ അത്തരത്തിലുള്ള ഒരു രാജ്യത്ത് നിന്നാണ് വരുന്നത്. അവിടെ നമുക്ക് ഒരുപാട് സാമൂഹിക പ്രശ്നങ്ങൾ നേരിടേണ്ടതായി വരുന്നുണ്ട്. ഞാൻ ബലീസ് സിറ്റിയുടെ മേയർ എന്ന നിലയിൽ മനസ്സിലാക്കുന്നു, ഈ എല്ലാ സാമൂഹിക പ്രശ്നങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതിനു വേണ്ടി
ഒരുപക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ലോക്കൽ അഹമ്മദിയ ജമാഅത്ത് ബലീസിൽ നിന്ന് മാർഗനിർദ്ദേശം നേടേണ്ടതായിട്ട് വരും. പറയുന്നു, ഞാൻ ഇവിടെ നിന്ന് ഒരുപാട് നല്ല ഓർമ്മകളുമായിട്ടാണ് തിരിച്ചു പോകുന്നത്. ഈ 3 ദിവസങ്ങൾക്കിടയിൽ ഉണ്ടായ ബന്ധങ്ങളും താമസം, ഭക്ഷണം, യാത്രയിലുണ്ടായ എല്ലാ കാര്യങ്ങളും, അതിനെല്ലാം തന്നെ ഉന്നത സംവിധാനം ഉണ്ടായിരുന്നു. കാർ ഡ്രൈവർമാർ എയർപോർട്ടിൽ നിന്ന് സ്വാഗതം പറയുന്നു. അതുപോലെ തന്നെ ജൽസ സാലാനയ്ക്ക് ഇടയ്ക്ക് വെള്ളം കുടിപ്പിക്കുന്ന കുട്ടികൾ, പാർക്കിങ്ങിലെ പ്രവർത്തകർ, ഭക്ഷണം പാകം ചെയ്യുന്ന, അതുപോലെ എല്ലാ മറ്റ് പ്രവർത്തകരും, അവരെല്ലാവരും മറക്ക് പിന്നിൽ സേവനം ചെയ്യുന്നവരാണ്. ഇവരെല്ലാവരും ഈ ജൽസയെ വളരെ നല്ല ഓർമ്മയാക്കി മാറ്റുകയുണ്ടായി. ഇറ്റലിയിൽ നിന്നൊരു പ്രൊഫസർ ഉണ്ടായിരുന്നു, ക്രിസ്റ്റാലോ കുൻഡോ ബൽദ സാഹിബ്. അദ്ദേഹം കത്തോലിക് മിഷന്റെ മിഷണറി പാതിരിയാണ്. അതുപോലെ തന്നെ മുൻ പോപ്പിന്റെ ഉപദേശകനുമായിട്ടുണ്ട്. പറയുന്നു, ഞാൻ ഈ ജൽസയിൽ 3 കാര്യങ്ങൾ പ്രത്യേകമായും നേടിയിരിക്കുന്നു. ഒന്ന്, വിവിധ സമൂഹങ്ങൾ ഇതുപോലെ സ്നേഹത്തോടുകൂടി കൂടിച്ചേരുന്നത്, ഒരു വിധത്തിലുള്ള മറയും ഇല്ലാത്തത് വിസ്മയകരമായ കാര്യമാണ്. ലോകത്തെവിടെയും തന്നെ ഈ വിധത്തിലുള്ള ഒരു ദൃശ്യം കാണാൻ സാധിക്കുകയില്ല. രണ്ടാമത്തെ കാര്യം, ഈ ജൽസയിൽ എനിക്ക് വളരെയധികം സമാധാനം കാണാൻ സാധിച്ചു. ഒരു വിധത്തിലുള്ള അസ്വസ്ഥതയും ഉണ്ടായിരുന്നില്ല. മൂന്നാമത്തെ കാര്യം ഇതാണ്, കാലത്തിന്റെ ഖലീഫയുടെ പ്രസംഗം അതിന്റെ ഉള്ളിൽ വളരെ വ്യക്തമായ ഒരു സന്ദേശം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് പ്രാക്ടിക്കലായ ഒരുപാട് ഉപദേശങ്ങളുണ്ട്. ഫിലിപ്പൈനിലെ ഒരു അതിഥി അലീന ലൂബസ് സാഹിബ പറയുന്നു, ഇപ്പോൾ അറബ് ന്യൂസിനു വേണ്ടി അവർ ജോലി ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം മനില ബുള്ളറ്റിന്റെ പത്രപ്രവർത്തക എന്ന നിലയിൽ ജൽസയിൽ പങ്കെടുത്തിരുന്നു. ഈ വർഷം 2ാമതും തന്റെ സ്വന്തം ചിലവിൽ പങ്കെടുത്തു. പറയുന്നു, എന്റെ ജൽസ സാലാനയിൽ പങ്കെടുക്കുന്നതിന്റെ 2ാമത്തെ അനുഭവമാണ്. എനിക്ക് പറയേണ്ടതായിട്ട് വരും, എല്ലാ പ്രാവശ്യവും ജൽസ സാലാനയുടെ സംവിധാനങ്ങൾ, മറ്റു കാര്യങ്ങളും എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആളുകളുടെ ഈ മാനിക അവസ്ഥ കണ്ട്, പ്രത്യേകിച്ച് ഈ കാര്യം, ഏതു പ്രകാരമാണ് വിവിധ വർണ്ണവർഗ വംശത്തിൽപ്പെട്ട ആളുകൾ ജൽസ സാലാനയുടെ അന്തരീക്ഷത്തിൽ വന്ന് പരസ്പരം കൂടിക്കലരുന്നത്. ഏതെങ്കിലും വിധത്തിലുള്ള വംശീയതയോ വർഗീയതയോ വർഗഭേദങ്ങളോ ഒന്നും തന്നെ ഒരു വിധത്തിലുള്ള വ്യത്യാസം ഉണ്ടാക്കുന്നില്ല. ഈ സ്നേഹവും പരസ്പര സാഹോദര്യവും ആണ് നിങ്ങളുടെ സന്ദേശത്തിന് ഒരു കർമ്മരൂപം നൽകുന്നത്. എല്ലാ പ്രസംഗങ്ങളെക്കാളും അത് സ്വാധീനം ഉണ്ടാക്കുന്നതാണ്, വിദൂരമായ സ്വാധീനം ഉണ്ടാക്കുന്നതുമാണ്. എനിക്കുറപ്പുണ്ട്, ജൽസയിൽ പങ്കെടുക്കുന്നവർ ഈ സ്നേഹത്തിന്റെയും സമത്വത്തിന്റെയും അന്തരീക്ഷത്തെ താന്താങ്ങളുടെ രാജ്യങ്ങളിൽ കൊണ്ടുപോകുന്നതാണ്. അങ്ങനെ ജൽസയിൽ പങ്കെടുക്കുന്ന എല്ലാ രാജ്യങ്ങളും ഈ അനുഗ്രഹം കൊണ്ട് അനുഗ്രഹീതരാകുന്നതായിരിക്കും. പറയുന്നു, ഞാൻ വിചാരിക്കുന്നത് കൂടുതൽ ആളുകൾ ജൽസയുടെ അന്തരീക്ഷത്തിൽ കുറച്ചു ദിവസം അഹമ്മദിയ ജമാഅത്തിനോടൊപ്പം കഴിച്ചുകൂട്ടണം. കൂടുതൽ ആളുകൾക്ക് അറിയുന്നതിനു വേണ്ടി സ്നേഹവും സമത്വവും എന്തിനാണ് പറയുന്നത്, ഇസ്ലാമിന്റെ യഥാർത്ഥ മുഖം എത്രമാത്രം മനോഹരമാണ്. ജപ്പാനിൽ നിന്ന് വന്ന സംഘത്തിൽപ്പെട്ട ഒരു വനിത ഫിക്കോ കോണ്ട സാഹിബ പറയുന്നു, സ്ത്രീകൾക്കിടയിലുള്ള എന്റെ പ്രസംഗത്തെക്കുറിച്ച് പറയുന്നു. സ്ത്രീകളോടുള്ള പ്രസംഗത്തിൽ നിന്ന് അറിയാൻ സാധിക്കുന്നു, കാലത്തിന്റെ ഖലീഫയുടെ ഉപദേശം, അഹമ്മദിയ ജമാഅത്തിന്റെ ഇമാമിന്റെ ഉപദേശം ആ പ്രൊട്ടക്ഷനാണ്. അതിന്റെ തണലിന്റെ കീഴിലാണ് അഹമ്മദിയത്ത് പുരോഗതി കൈവരിക്കുന്നത്. കുടുംബങ്ങളെ യോജിപ്പിക്കുകയും മിഷീൻ ലോകത്തിൽ നിന്ന് പുറത്തു വരികയും ചെയ്യുക എന്നത് തീർച്ചയായും ഇപ്പോൾ ലോകത്തിന്റെ ആവശ്യമാണ്. പറയുന്നു, ഇപ്പോൾ മതത്തിൽ നിന്ന് വിദൂരപ്പെടുന്നതിനാണ് താല്പര്യം. എന്നാൽ ഞങ്ങൾ ചിന്തിക്കുകയായിരുന്നു, എന്ത് ശക്തിയാണ് അഹമ്മദിയ ജമാഅത്തിലെ ആളുകളിൽ ദീനീ സേവനത്തിന്റെ താല്പര്യവും ആവേശവും നിലനിർത്തിയിരിക്കുന്നത്. ഈ ചോദ്യം ഞങ്ങളുടെ മുന്നിൽ കറങ്ങുകയായിരുന്നു. എന്നാൽ ജൽസയുടെ ആദ്യ ദിവസം തന്നെ ദുആയിൽ പങ്കെടുത്ത് അഹമ്മദിയ ജമാഅത്തിന്റെ ഇമാമിന്റെ ഉപദേശം ശ്രവിച്ച് ഉറച്ച വിശ്വാസമുണ്ടായി. ദുആ തന്നെയാണ് ആ ശക്തി. ഏതൊന്നാണോ അഹമ്മദിയ ജമാഅത്തിനും ലോകത്തിനു മുഴുവനും ഇടയ്ക്ക് വ്യതിരിക്തത ഉണ്ടാക്കിയിരിക്കുന്നത്. ജൽസയിൽ ഞങ്ങൾക്ക് കൂടെ കൂടെ ദുആ ചെയ്യാനുള്ള അവസരം ലഭിച്ചു. ദുആക്ക് ശേഷം ഞങ്ങൾ കണ്ടു, ഞങ്ങളുടെ ഹൃദയവും മൃദുലമായിരിക്കുന്നു, ഞങ്ങളുടെ ആത്മാവിന് ഒരു നവീനത ലഭിച്ചിരിക്കുന്നു. വീണ്ടും പറഞ്ഞു, ജൽസക്കിടക്ക് അന്തരീക്ഷം ചൂടുള്ളതായിരുന്നു. എന്നാൽ ഞങ്ങൾ കണ്ടില്ല, കാലാവസ്ഥ കാരണം ആളുകൾക്ക് വിരസത ബാധിക്കുകയുണ്ടായി. പ്രവർത്തകരുടെ മുഖങ്ങളിൽ പുഞ്ചിരിയുണ്ടായിരുന്നു. ഭക്ഷണത്തിന് സമയത്ത് അച്ചടക്കവും മാതൃകാപരമായിരുന്നു. എനിക്കറിയാൻ കഴിഞ്ഞു,
വെള്ളം കുടിപ്പിക്കുന്ന കുട്ടികൾ വരെ, വാഷ്റൂമിന്റെ ശുചിത്വം ചെയ്യുന്ന സന്നദ്ധ സേവകർ വരെ എല്ലാവരും സന്തോഷത്തോടു കൂടിയാണ് ഈ സേവനം ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവരെ അസൂയോടുകൂടി നോക്കി ദുആ ചെയ്തു, അള്ളാഹു ഇവരിൽ എല്ലാവരും തൃപ്തനാകട്ടെ. ആളുകളുടെ സമാധാനത്തിനു വേണ്ടി തങ്ങളുടെ വിശ്രമം ഇവർ ഒഴിവാക്കിയിരിക്കുന്നു. ബാദിലുയിൽ നിന്ന് വന്ന ഒരു നവാഹമ്മദി പെട്രിക് സമാക്കോ സാഹിബ് പറയുന്നു, ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും തന്നെ ഈ വിധത്തിലുള്ള ഒരു പരിപാടി കണ്ടിട്ടില്ല. ജൽസയുടെ പരിപാടികൾ കൃത്യസമയത്ത് ആരംഭിക്കുക എന്നതിനെ സംബന്ധിച്ചിടത്തോളം വളരെ സ്വാധീനമുണ്ടാക്കുന്നതായിരുന്നു. പ്രസംഗത്തിലെ വിവിധ വിഷയങ്ങൾ കാലത്തിന്റെ ആവശ്യത്തിനനുസരിച്ചുള്ളതായിരുന്നു. പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയോജനകരം ആയിരുന്നു. ജൽസയുടെ എല്ലാ സംവിധാനവും ഒരു ചലിക്കുന്ന മെഷീൻ പോലെയായിരുന്നു. അതിന്റെ ഓരോ പാർട്സും അതിന്റെ സ്ഥാനത്ത് ആയിരുന്നു. പ്രവർത്തകർ ഒരുമിച്ചുകൊണ്ട് ഈ മെഷീനെ ഏറ്റവും നല്ല ഉന്നതമായ നിലയിൽ അത് ചലിപ്പിക്കുകയായിരുന്നു. ഓരോ പ്രവർത്തകനും അവന്റെ ജോലിയെക്കുറിച്ച് നല്ലപോലെ അറിവുള്ളവനായിരുന്നു. വീണ്ടും പറയുന്നു, ജൽസയിൽ സംഘടിപ്പിച്ച എല്ലാ എക്സിബിഷനുകളും വളരെ പ്രയോജനകരമായിരുന്നു. പ്രത്യേകിച്ച് ആർക്കൈവ്, മഖ്സനെ തസവീർ, അതുപോലെ തന്നെ റിവ്യൂ ഓഫ് റിലീജിയൻ എന്നെ വളരെയധികം സ്വാധീനിച്ചു. ഈ എക്സിബിഷനുകൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അത് എന്റെ അഹമ്മദിയത്തിന്റെ ചരിത്രത്തെക്കുറിച്ചുള്ള അറിവിൽ വളരെയധികം വർധനവുണ്ടാക്കി. ഈ ജൽസയിൽ പങ്കെടുത്ത് ഞാൻ അള്ളാഹുവിന് കൂടുതൽ നന്ദി പ്രകടിപ്പിക്കുന്നു. ആരാണോ എനിക്ക് ഇത്രമാത്രം അനുഗ്രഹീതമായ ജമാഅത്തുമായി ബന്ധപ്പെടാൻ തൗഫീഖ് നൽകിയത്. പറയുന്നു, ഈ അനുഗ്രഹീത ജൽസയുടെ എല്ലാ ശ്രേഷ്ഠതകളും മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹം ഒരു കുറവിലേക്കും നമുക്ക് സൂചന നൽകിയിരിക്കുന്നു. ജൽസയുടെ എല്ലാ ശ്രേഷ്ഠതകളെയും മാറ്റിവെച്ചുകൊണ്ട് എന്റെ ഒരു ചെറിയ അറിവനുസരിച്ച് ഇംഗ്ലീഷിനെ സംബന്ധിച്ച് ഫ്രഞ്ച് ഭാഷയിലുള്ള പരിപാടികൾ കുറവ് വളരെയധികം ആയിരുന്നു. ഫ്രഞ്ച് സംസാരിക്കുന്ന പരിപാടികൾ തയ്യാറാക്കുന്ന കാര്യം നോട്ട് ചെയ്യുക. ഒന്നുകിൽ ഫ്രഞ്ച് പരിപാടികൾ അല്ലെങ്കിൽ ഉണ്ടാക്കുക, അല്ലെങ്കിൽ നടക്കുന്ന പരിപാടികളുടെ തർജ്ജമ ഉണ്ടാകണം. ഏതെങ്കിലും വിധത്തിൽ ഇതും അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹം ആണ്. കുറവുകളും അടയാളപ്പെടുത്തലുകളും കൂടെ തന്നെ നടക്കുന്നു. ജപ്പാനിൽ നിന്ന് വന്ന ഒരു അതിഥി നഷീദ സാഹിബ്, അദ്ദേഹം ബുദ്ധമതത്തിന്റെ ചീഫ് പ്രീസ്റ്റ് ആണ്. അദ്ദേഹം ആഗോള ബൈഅത്തിനെ കുറിച്ച് തന്റെ അഭിപ്രായം പ്രകടിപ്പിച്ചു. ബൈഅത്തിന്റെ പരിപാടി കണ്ടുകൊണ്ട് തോന്നി, നമുക്കൊരു ദൈവം ഉണ്ട്. അവന്റെ മുന്നിൽ കുനിഞ്ഞാൽ ഹൃദയത്തിന് സമാധാനം ലഭിക്കും, പാപങ്ങൾ കഴുകപ്പെടും. അതുപോലെ തന്നെ എല്ലാ മനുഷ്യരും ഭിന്നതകൾ ഉപേക്ഷിച്ചുകൊണ്ട് ഒന്നാകാൻ ഉദ്ദേശിച്ചാൽ അത് സാധ്യമാണ്. വീണ്ടും പറയുന്നു, ബയ്യത്തിന്റെ പരിപാടിയിൽ പങ്കെടുത്ത് അനിയന്ത്രിതമായി ഞങ്ങളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി. ഞങ്ങളും സുജൂദിൽ വീണു. ഞങ്ങൾക്ക് തോന്നി ശരിക്കും ഞങ്ങളുടെ പാപം കഴുകപ്പെടുകയാണ് എന്ന്. അതുപോലെ തന്നെ ഇന്തോനേഷ്യയിലെ ഒരു സ്കോളർ പ്രൊഫസർ മുഅമ്മൽ, അദ്ദേഹം പറയുന്നു, ജൽസ സാലാനയുടെ സംഘാടനം ഒരു വലിയ വിസ്മയകരമായ പരിപാടിയാണ്. ഈ ജൽസയിൽ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ വന്നിരുന്നു. മുഴുവൻ ലോകത്തെയും ഒരുമിച്ചു കൂട്ടിക്കൊണ്ട് ഉമ്മത്തെ വാഹിദ ആക്കിയിരിക്കുന്നത് പോലെ തോന്നുമായിരുന്നു. ഏതുപോലെ ഇവിടെ വിവിധ സന്നദ്ധ സേവകർ സേവനം ചെയ്തുകൊണ്ടിരുന്നുവോ മറ്റേതെങ്കിലും സംഘടനയിൽ ഇതിന് ഉദാഹരണം കാണാൻ സാധ്യമല്ല. ഇത് അഹമ്മദിയ ജമാഅത്ത് എല്ലാ മേഖലകളിലും സേവനം ചെയ്യുന്ന ജമാഅത്താണ് എന്നതിന് വലിയൊരു തെളിവാണ്. ജൽസക്കിടയ്ക്ക് എല്ലാ തരത്തിലുൾപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ടു. അവരിൽ ചിലർ വലിയ വലിയ വ്യക്തികളായിരുന്നു. എല്ലാ സ്ഥലങ്ങളിലും ഇസ്ലാമിക സാഹോദര്യം ദൃശ്യമായിരുന്നു. എല്ലാ ഭാഗത്തും സമാധാനത്തിന്റെയും ശാന്തിയുടെയും സന്ദേശമായിരുന്നു. പറയുന്നു, അതിഥി സൽക്കാരത്തെക്കുറിച്ച് പറയുകയാണ് എങ്കിൽ അതിഥി സൽക്കാരത്തെക്കുറിച്ച് പറയുക പ്രയാസകരമാണ്. അതിഥികളെ പ്രവർത്തകർ വളരെയധികം ബഹുമാനിച്ചിരുന്നു. വളരെ സന്തോഷത്തോടുകൂടി പെരുമാറിയിരുന്നു. ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ തന്നെ താമസിക്കുന്നത് പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. ജൽസ സാലാനയുടെ പ്രസംഗങ്ങൾ എല്ലാവർക്കും എളുപ്പം മനസ്സിലാകുന്നതായിരുന്നു. പറയുന്നു, എന്റെ നിർദ്ദേശം ആണ് ഈ വിധത്തിലുള്ള മഹത്തായ ജൽസ ഇന്തോനേഷ്യയിലും ഉണ്ടാവണം. അതിൽ കാലത്തിന്റെ ഖലീഫ വരണം. ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായിരിക്കും. അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ രാജ്യക്കാരെ അംഗീകരിപ്പിക്കുക. അവിടെ ജമാഅത്തിനെതിരെയുള്ള ശത്രുത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്തോനേഷ്യയിലെ അതിഥിയായ വനിത, അവർ മുസ്ലിം സ്ത്രീകളുടെ ഒരു സംഘടനയുടെ നേതാവാണ്. പറയുന്നു, ഞാൻ അഹമ്മദിയ ജമാഅത്തിന്റെ അനേകം പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. ജമാഅത്തിനെ കുറിച്ചൊരു പരിധിവരെ അറിവുണ്ട്. എന്നാൽ ഈ ജൽസ സാലാനയിൽ പങ്കെടുത്തതോടുകൂടി കാലത്തിന്റെ ഖലീഫയുടെ പ്രസംഗങ്ങൾ തന്റെ കാതുകൊണ്ട് കേട്ടപ്പോൾ
വളരെയധികം സ്വാധീനിക്കപ്പെട്ടു. നിശ്ചയമായും അഹമ്മദിയ ജമാഅത്തിലെ ആളുകൾ പറയുന്നത് പോലെ പ്രവർത്തിക്കുന്നവരാണ്. ഏതുപോലെ ആളുകൾ ശ്രദ്ധയോടുകൂടി കാലത്തിന്റെ ഖലീഫയുടെ നിർദ്ദേശങ്ങൾ ശ്രവിക്കുന്നുവോ, ഈ എല്ലാ ദൃശ്യവും കാണുമ്പോൾ ബുദ്ധി മരവിച്ചുപോയി. ആളുകൾ പറയുന്നു അഹമ്മദിയ ജമാഅത്ത് കുഫ്രിലും വഴികേടിലും അകപ്പെട്ടിരിക്കുകയാണ്, മറ്റുള്ളവരെയും വഴികേടിലാക്കുകയാണ്. എന്നാൽ യാഥാർത്ഥ്യം ഇതാണ്, ഇവരാണ് യഥാർത്ഥ മുസ്ലിങ്ങൾ. അവർ കൃത്യമായി നമസ്കരിക്കുന്നവരാണ്, അള്ളാഹുവിനോടും സൃഷ്ടികളോടുമുള്ള കടമകൾ വളരെ ഉന്നതമായ നിലയിൽ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു, പരസ്പരം ബഹുമാനിക്കുന്നു. എന്ത് കാര്യം പറയുന്നതിന് മുമ്പ് അസ്സലാമു അലൈക്കും എന്ന് പറയുന്നു. എല്ലാ പരിപാടിയിലും അച്ചടക്കത്തോടും അനുസരണത്തോടും കൂടി പങ്കെടുക്കുന്നു. ഓരോ സന്നദ്ധ സേവകരും തന്റെ ഉത്തരവാദിത്വം തആവനു അലൽ ബിർരി വത്തഖ്വ എന്നതിന്റെ കീഴിൽ നിർവഹിക്കുന്നു. ഈ എല്ലാ ദൃശ്യവും കണ്ട് ഞാൻ വളരെയധികം സ്വാധീനിക്കപ്പെട്ടു. പറയുന്നു ഇതെല്ലാം ഇമാമുസ്സമാന്റെയും ഖിലാഫത്തിന്റെയും അനുഗ്രഹം കൊണ്ടാണ് ലഭിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. ഈ വനിത ഇവർ മുസ്ലിം ആണ്, അഹമ്മദി അല്ല. ഇന്തോനേഷ്യയിൽ നിന്ന് ഒരു അനഹമ്മദി പണ്ഡിതൻ വന്നിരുന്നു. അദ്ദേഹം അവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റിയിലെ ഫിലോസഫി വകുപ്പിന്റെ തലവനാണ്. പറയുന്നു ഞാൻ ആദ്യമായാണ് ഇത്തരത്തിലുള്ളൊരു സദസ്സ് കാണുന്നത്. അതിൽ എല്ലാവിധത്തിലും എല്ലാ തരത്തിലും ആത്മീയമായ കാര്യങ്ങൾക്കാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. ഞാൻ ഈ ജൽസയെ ഒരു സുവർണ ജൽസയായിട്ടാണ് മനസ്സിലാക്കുന്നത്. പറയുന്നു ഇതിൽ മുഴുവൻ ലോകത്തിലെയും ആളുകൾ ഖിലാഫത്തിനു ചുറ്റും ഇയാം പാറ്റകളെ പോലെ ഒരുമിച്ചു കൂടിയിരിക്കുന്നു. ഞാൻ ഒരു ഇന്തോനേഷ്യൻ എന്ന നിലയിൽ ഖലീഫത്തുൽ മസീഹിന്റെ പരിശ്രമങ്ങളെ ശ്ലാഘിക്കുന്നു. അദ്ദേഹം മുഴുവൻ ലോകത്തിലെയും ജനങ്ങളെ ഒരു സ്ഥലത്ത് ഒരുമിച്ചുകൂട്ടി സാഹോദര്യത്തിന്റെ ദൃശ്യം സമർപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ ഖിലാഫത്ത് ആ പ്രവൃത്തിയെ മുന്നോട്ട് നയിക്കുകയാണ്. ഏതൊന്നിനു വേണ്ടിയാണോ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു നിയോഗിച്ചയച്ചത്. അള്ളാഹു ഇവർക്ക് കാലത്തിന്റെ ഇമാമിനെയും കാലത്തിന്റെ മഹ്ദിയെയും വിശ്വസിക്കുവാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. വീണ്ടും പറയുന്നു ഇത് തന്നെയാണ് യഥാർത്ഥ ഇസ്ലാം, ഇത് തന്നെയാണ് യഥാർത്ഥ സാഹോദര്യം. അഹമ്മദിയ ജമാഅത്ത് ഏക ആഗോള ഇസ്ലാമിക സംഘടനയാണ്. അതിന്റെ ഉദാഹരണം നമുക്ക് എവിടെയും കാണാൻ സാധ്യമല്ല. അഹമ്മദിയ ജമാഅത്തിന്റെ മുദ്രാവാക്യം അങ്ങേറ്റം ഉന്നതമാണ്. ഓരോ ഹൃദയത്തിലും അത് ആണി പോലെ തറച്ചു കയറുന്നതാണ്. കാലത്തിന്റെ ഖലീഫയുടെ ഓരോ പ്രസംഗത്തിലും വിശുദ്ധ ഖുർആന്റെയും ഹദീസിന്റെയും വെളിച്ചത്തിൽ വളരെ ഉന്നതമായ നിലയിൽ ഇസ്ലാമിക അധ്യാപനങ്ങൾ വിവരിച്ചിരിക്കുന്നു. ജൽസ സാലാന കേവലം 3 ദിവസം ആണുള്ളത്. എന്നാൽ അനുഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് അനേകം ദിവസം നിറഞ്ഞു കവിഞ്ഞതാണ്. ഞങ്ങൾ ഇതിന് വളരെയധികം നന്ദിയുള്ളവരാണ്. ഗിനി കൊനാക്രിയിലെ ഒരു സംസ്ഥാനത്തിന്റെ ഗവർണർ സാരംഗ് ബെക്സ് കമര സാഹിബ് പങ്കെടുത്തു. അവർ പറയുന്നു ഞാൻ ഇതിനേക്കാൾ ഉന്നതമായ വ്യവസ്ഥാപിതമായ ഒരു പരിപാടി മുമ്പ് കണ്ടിട്ടില്ല. എല്ലാ രാജ്യങ്ങളിൽ നിന്നും എല്ലാ വർണ്ണവർഗങ്ങളിലും പെട്ട ആളുകൾ വലിയ സംഖ്യയിൽ പങ്കെടുത്തു. അവർ ഏറ്റവും ഉന്നതമായ ഇസ്ലാമിക മാതൃകകൾ സമർപ്പിക്കുന്നവരായിരുന്നു. സ്നേഹത്തിന്റെ അസാധാരണമായ പ്രകടനം അത് കേവലം വാക്കുകളിൽ അധിഷ്ഠിതമല്ല, മറിച്ച് കർമ്മരൂപത്തിൽ കാണാൻ സാധിക്കുന്നതായിരുന്നു. അനുഭവവേദ്യമായിരുന്നു. ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ലഭിക്കുമായിരുന്നു. പറയുന്നു എനിക്ക് എല്ലാ പ്രസംഗങ്ങളും കേൾക്കാനുള്ള അവസരം ലഭിച്ചു. ഇക്കാലത്തെ ആവശ്യത്തിന് തികച്ചും അനുയോജ്യമായിട്ടുള്ളതാണ് തോന്നിയിരുന്നത്. പ്രത്യേകിച്ച് അഹമ്മദിയ ജമാഅത്തിന്റെ ഇമാമിന്റെ പ്രസംഗം, ആ പ്രസംഗങ്ങൾ പ്രത്യേക തരത്തിലുള്ളതായിരുന്നു. ഞാൻ ആതിഥേയർക്കും അതിഥികൾക്കും നൽകിയ നിർദ്ദേശങ്ങൾ അഥവാ നാം അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരായി തീർന്നാൽ നമ്മുടെ ഒരു കാര്യവും ഇല്ലാതെ ഉണ്ടാകുന്ന മുഴുവൻ പ്രശ്നങ്ങളും സ്നേഹത്തിന്റെ വൃത്തത്തിൽ നിന്നുകൊണ്ട് പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. ഈ 3 ദിവസം ഞാൻ മനസ്സിലാക്കുന്നത് ഇതാണ്. അഹമ്മദിയ ജമാഅത്ത് ഒരു വ്യവസ്ഥാപിതമായ ഇമാമിന്റെ നിർദ്ദേശം അനുസരിച്ച് ചലിക്കുന്ന ജമാഅത്താണ്. ഇത് തന്നെയാണ് ഇസ്ലാമിന്റെ മനോഹരമായ അധ്യാപനം. അതനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ട് നമുക്ക് ഉന്നതമായ ഒരു ജമാഅത്ത് ആയി മാറാം. അവസാനം പറയുന്നു ദുആ ചെയ്യുക, അല്ലാഹു ഞങ്ങളുടെ രാജ്യത്ത് സമാധാനം സ്ഥാപിക്കട്ടെ, യഥാർത്ഥ ഇസ്ലാം സ്ഥാപിതമാകട്ടെ. ഹൊണ്ടുറോസിലെ ഒരു ജേർണലിസ്റ്റ് മാനാലു ജോസ്കോഡോ സാഹിബ് പറയുന്നു ഒരു TV ചാനലുമായിട്ടാണ് ഇദ്ദേഹത്തിന് ബന്ധം.
എനിക്ക് ഒരു മുസ്ലിം സമ്മേളനത്തിൽ പങ്കെടുക്കാനായി ക്ഷണം ലഭിച്ചപ്പോൾ അത്ഭുതം തോന്നി. കാരണം ആഗോളതലത്തിലെ കുറിച്ചുള്ള അറിവ് കൊണ്ട് മുസ്ലിങ്ങളെക്കുറിച്ച് നെഗറ്റീവായ ചിന്താഗതിയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഞാൻ ശക്തമായ നിലയിൽ ഈ കാര്യം പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ നെഗറ്റീവായ രീതിയുടെ കാരണം അറിവില്ലായ്മയായിരുന്നു. എന്നെ പോലുള്ള ആയിരക്കണക്കിന് ആളുകളുണ്ട്, അവർക്ക് മുസ്ലിങ്ങളുടെ യഥാർത്ഥ അധ്യാപനങ്ങളെക്കുറിച്ചും വികാരത്തെക്കുറിച്ചും അറിവില്ല. ഇപ്പോൾ അഹമ്മദിയ ജമാഅത്ത് കാരണം ഞാൻ ഇസ്ലാമിനെ കുറിച്ച് വളരെയധികം പഠിച്ചിരിക്കുന്നു. ജൽസ സാലാനയുടെ അന്തരീക്ഷത്തിൽ താമസിച്ചുകൊണ്ട് എനിക്ക് ഈ കാര്യം മനസ്സിലായി. ആളുകളെക്കുറിച്ച് അസൂയാപരമായ അഭിപ്രായം സ്ഥാപിക്കുന്നതിനു മുമ്പ് അവരെക്കുറിച്ച് വ്യക്തിപരമായി അറിയേണ്ടത് നിർബന്ധമാണ്. ജൽസ സാലാനയുടെ കേന്ദ്ര സന്ദേശം സമാധാന സന്ദേശമായിരുന്നു. അത് എല്ലാ തലത്തിലും പെട്ട ആളുകളിലേക്ക് എത്തിക്കേണ്ടതാണ്. അതുപോലെ തന്നെ എനിക്ക് നല്ലവരും അനുകമ്പയുള്ളവരും ആദരിക്കുന്നവരുമായ ആളുകളെ കാണാനും അവസരം ലഭിച്ചു. അവർ മുഴുവൻ അതിഥികൾക്കും വേണ്ടിയുള്ള ഹൃദയം തുറന്നിരിക്കുന്നു. ഗോട്ടിമാലയിലെ ഒരു വനിതാ പത്രപ്രവർത്തക ഗ്ലാഡിസ് റോമൽ സാഹിബ പറയുന്നു, എനിക്ക് ബ്രിട്ടൻ അഹമ്മദിയ ജമാഅത്തിന്റെ ജൽസയിൽ പങ്കെടുത്ത സാധാരണമായ സന്തോഷം തോന്നി. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിനെ അടുത്തുനിന്ന് കാണാനുള്ള അവസരം ലഭിച്ചു. ഇസ്ലാമിനെ കുറിച്ചുള്ള അനേകം തെറ്റിദ്ധാരണകൾ ദൂരീകരിക്കപ്പെട്ടു. യഥാർത്ഥ ഇസ്ലാമിക അധ്യാപനങ്ങളെ കുറിച്ചുള്ള അറിവ് ലഭിച്ചു. എന്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ജൽസയിൽ പങ്കെടുക്കുന്ന എല്ലാവരും എന്നോട് അങ്ങേറ്റം സ്നേഹത്തോടും ആദരവോടും കൂടി പെരുമാറി. ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ഞാൻ ഒരു നിമിഷം പോലും ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ദൂരെയാണെന്ന് വിചാരിച്ചില്ല, ഞാൻ തനിച്ചാണെന്ന് വിചാരിച്ചില്ല. മറിച്ച് ഇതിനെതിരിൽ ഞാൻ തന്നെ സ്വയം സുരക്ഷിതവും മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ആദരവ് ബഹുമാനം ഉള്ളവരും ആയി കണ്ടു. പരസ്പരമുള്ള സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും കർമ്മപരമായ മാതൃക കണ്ടു. ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ കൂടിച്ചേർന്ന് എല്ലാവരും പരസ്പരം സ്നേഹിക്കുന്ന അനുകമ്പയുള്ളവരാണ് എന്ന് തോന്നി. വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവരായിരുന്നുവെങ്കിലും അവരുടെ കർമ്മപരമായ മാതൃക ഈ ഭാഷാ വ്യത്യാസത്തെ മറപ്പിച്ചു കളഞ്ഞു. പറയുന്നു, ഞാൻ ഈ സമാധാന നിർഭരമായ ഇസ്ലാമിക സമൂഹത്താൽ വളരെയധികം സ്വാധീനിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്ന അഹമ്മദിയ ജമാഅത്തിലെ അംഗങ്ങൾ യഥാർത്ഥത്തിൽ സമാധാനവും സുരക്ഷിതത്വവും കർമ്മരൂപത്തിൽ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ നിന്ന് ഒരു TV ചാനലിലെ ഫോട്ടോഗ്രാഫർ വന്നിരുന്നു. പറയുന്നു, വിസ്മരിക്കാൻ സാധിക്കാത്ത അനുഭവമായിരുന്നു. പ്രവർത്തകർ മുതൽ ഓഫീസർ വരെ എല്ലാവരും സ്നേഹത്തോടും കൂടിയാണ് പെരുമാറിയത്. ജൽസയുടെ സംവിധാനവും പ്രസംഗവും എന്റെ ബുദ്ധിക്ക് പ്രകാശം പകർന്നു. കർമ്മരൂപത്തിൽ നിങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു യഥാർത്ഥ മുസ്ലിം ആരാണ് എന്ന്. പറയുന്നു, 2015 ആണ് ഞാൻ ജമാഅത്തിനെ പരിചയപ്പെട്ടത്. എന്നാൽ ഇവിടെ വന്ന് എനിക്ക് തോന്നിയത് എന്റെ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നതെന്നാണ്. ഒരു മനുഷ്യൻ എന്ന നിലയിൽ സ്നേഹത്തോടും ആദരവോടും പെരുമാറുക എന്നത് എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. അതുപോലെ തന്നെ ആവശ്യക്കാരെ സഹായിക്കുക. പറയുന്നു, ഈ ജൽസയിൽ നിന്ന് എനിക്ക് ഈ പാഠം ലഭിച്ചു. നാം എല്ലാവരും പരസ്പരം സ്നേഹത്തോടും സാഹചര്യത്തോടും കൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ മഹത്തായ രൂപത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നതായിരിക്കും. മെക്സിക്കോയിലെ ഒരു നവ അഹമ്മദി എലിസബത്ത് പെരേര സാഹിബ പറയുന്നു, ഞാൻ അഹമ്മദിയായിട്ട് 1 വർഷം ആയിട്ടുള്ളൂ. ഞാൻ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മതം ഞങ്ങളുടെ രാജ്യത്ത് നല്ല നിലയിൽ കാണപ്പെടുന്ന മതം അല്ല. അതിനുള്ള കാരണം മീഡിയ ആണ്. എന്നാൽ എനിക്കറിയാം ഇസ്ലാം സമാധാനത്തിന്റെ മതം ആണ്. എന്റെ വീട്ടുകാർ ഞാൻ ഇവിടെ വരുന്നതിൽ നിന്ന് എന്നെ തടയുകയായിരുന്നു, എന്നെ ഭയപ്പെടുത്തുകയായിരുന്നു. എന്നാൽ ഇവിടെ എത്തിയതിനു ശേഷം ഞാൻ അതിന് വിരുദ്ധമായിട്ടാണ് കണ്ടത്. പറയുന്നു, എയർപോർട്ടിൽ നിന്ന് ഞങ്ങളെ സ്വീകരിച്ചത് മുതൽ ജൽസ സാലാനയുടെ 3 ദിവസം വരെ സന്നദ്ധ പ്രവർത്തകരുടെ പെരുമാറ്റവും മറ്റും ഞാൻ കണ്ടത്. അതുമൂലം ഞാൻ വളരെയധികം സ്വാധീനിക്കപ്പെട്ടു. ഇപ്പോൾ എന്റെ ഉള്ളിൽ ജമാഅത്തിന്റെ സാഹോദര്യത്തെക്കുറിച്ചും കുടുംബ ബന്ധങ്ങളെക്കുറിച്ചും ഒരു സംശയവുമില്ല. പറയുന്നു, ഏതൊരു ചിത്രം ആണോ ഞാൻ എന്റെ ഹൃദയത്തിൽ കൊണ്ടുപോകുന്നത് അത് ഞാൻ മെക്സിക്കോയിൽ ചെന്നതിനു ശേഷം ആളുകൾക്ക് നൽകുന്നതാണ്, ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കുന്നതാണ്. മെക്സിക്കോയിൽ നിന്ന് തന്നെ മറ്റൊരു നവ അഹമ്മദി ലോറ അബ്ബാസിക് ട്രോക്കിനാട്ട് സാഹിബ് പറയുന്നു, സന്നദ്ധ സേവകർക്ക് ചില സമയത്ത് എന്റെ വാക്കുകൾ മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നില്ല. എന്നാൽ എനിക്ക് ഇവിടെ വന്നതിന് ശേഷം അറിയാൻ സാധിച്ചു, ഭാഷയുടെ വ്യത്യാസം അഹമ്മദികൾക്കിടയിലുള്ള ബന്ധത്തിന് തടസ്സം അല്ല. അള്ളാഹുവിന്റെ സ്നേഹം ഞങ്ങളെ ഒന്നാക്കി തീർത്തിരിക്കുന്നു. ഞാൻ എന്റെ വീട്ടുകാരുടെ കൂടെ ഉള്ളതുപോലെ അനുഭവപ്പെട്ടു. കാലത്തിന്റെ ഖലീഫയുടെ പ്രസംഗങ്ങൾ കേട്ട് ഞാൻ ആത്മപരിശോധന നടത്തി. എന്നാൽ എന്നിൽ എന്തെല്ലാം കുറവുകളാണുള്ളത്. ഇപ്പോൾ എനിക്ക് ദൃഢവിശ്വാസമുണ്ട്, ഞാൻ ശരിയായ സ്ഥലത്ത് തന്നെയാണ്. അള്ളാഹു എനിക്ക് സന്മാർഗം കാണിച്ചു തന്നു. എന്റെ ഹൃദയാഭിലാഷമാണ് ഏതുപോലെ എന്റെ ഈമാൻ ഉറച്ചുവോ അതുപോലെ എന്റെ വീട്ടുകാരും ഇസ്ലാം അറിയണം, അവരുടെ ഈമാനും ഉറക്കണം.
മുഹമ്മദ് മുബാഹു അബീറ സാഹിബ് കാമറൂണിൽ നിന്ന് പങ്കെടുത്തിരുന്നു. പറയുന്നു, ഞാൻ കഴിഞ്ഞ വർഷവും ജൽസയിൽ പങ്കെടുത്തിരുന്നു. ഇപ്രാവശ്യം മുമ്പത്തേക്കാൾ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും പുരോഗതി ഉണ്ടായി. ട്രാൻസ്പോർട്ടിന്റെയും താമസത്തിന്റെയും സംവിധാനം വളരെ ഉന്നതമായ നിലവാരത്തിലുള്ളതായിരുന്നു. ഭക്ഷണത്തിന്റെ സംവിധാനം കണ്ട് വളരെ അത്ഭുതം തോന്നി. ഇത്ര വലിയ ജനസഞ്ചയത്തിന് 2 മണിക്കൂർ കൊണ്ട് ഭക്ഷണം നൽകി ഫ്രീ ആക്കുക. ഒരു കലഹവും ഒച്ചപ്പാടും ബഹളവും ഇല്ല. എല്ലാവരും കൃത്യസമയത്ത് ജൽസാഗാഹിലേക്ക് പോകുന്നു, പരിപാടികൾ കേൾക്കുന്നു. ഇത് പ്രത്യേക കാര്യം ആണ്, ഭൗതിക പരിപാടികളിൽ കാണാൻ സാധ്യമല്ല. എത്രമാത്രം സേവകർ എത്രമാത്രം സ്നേഹത്തോടും ആവേശത്തോടും കൂടിയാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതിന് ഉദാഹരണമില്ല. ഏതൊരു ജമാഅത്തിന്റെ പക്കലാണ് അത്തരത്തിലുള്ള അനുരക്തരായ ആളുകളുള്ളത്, അതെല്ലായ്പ്പോഴും പുരോഗതി നേടും. പറയുന്നു, വിനീതൻ ജോലിയുടെ അടിസ്ഥാനത്തിൽ ഒരു ജേർണലിസ്റ്റ് ആണ്. MTA സ്റ്റാഫുമായി മീറ്റിംഗ് നടന്നു. അവിടെ ഞങ്ങൾക്ക് വലിയ താല്പര്യമുണ്ടായി. ഞങ്ങളുടെ ആവശ്യത്തിനുള്ള എല്ലാ വസ്തുക്കളും ഉണ്ടായിരുന്നു. ആ വസ്തുക്കൾ ലോകത്തിലെ പ്രൈവറ്റും ഗവൺമെന്റുമായ സ്ഥാപനങ്ങളിൽ പോലും ഉണ്ടാവുകയില്ല. ജമാഅത്തിന്റെ സന്ദേശം ഇപ്രകാരമാണ് അന്യരായ ആളുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ അനുമാനം എനിക്ക് അനഹമ്മദി അധികളുടെ അഭിപ്രായത്തിൽ കാണാൻ സാധിച്ചു. എല്ലാവരും തന്നെ ജമാഅത്തിന്റെ സ്നേഹം നിറഞ്ഞ അധ്യാപനത്തെ പ്രശംസിച്ചു. കാലത്തിന്റെ ഖലീഫ സ്ത്രീകളിൽ നടത്തിയ പ്രസംഗം നമ്മുടെ പുതിയ തലമുറയുടെ തർബീയത്തിനായി വളരെ അനിവാര്യം ഉള്ളതായിരുന്നു. സോഷ്യൽ മീഡിയയുടെ ഉപയോഗം എങ്ങനെ ആയിരിക്കണം എന്നത് ഈ കാലത്ത് വളരെ പ്രാധാന്യമുള്ളതാണ്. അഥവാ നമ്മുടെ മക്കളെ ഈ അന്തരീക്ഷത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നില്ല എങ്കിൽ അവർ മനുഷ്യത്വത്തിൽ നിന്നും ഇസ്ലാമിൽ നിന്നും വളരെ ദൂരേക്ക് പോകുന്നതാണ്. നമുക്ക് ഈ അധ്യാപനങ്ങളെ സ്വായത്തമാക്കേണ്ടതായി വരും. വീണ്ടും പറയുന്നു, അവസാന പ്രസംഗത്തിൽ ഫഹ്ഷ എന്നതിന് നൽകപ്പെട്ടിരിക്കുന്നത് അത് വളരെ സ്വാധീനം ഉണ്ടാക്കുന്നതായിരുന്നു. അതിന്റെ അർത്ഥം ശ്രവിച്ച് നാം എല്ലാവരും ആ തിന്മകളിൽപ്പെട്ടവരാണ് എന്ന് തോന്നി. ഒരുപാട് ആളുകൾ ഉണ്ട്, അവർ നല്ലവർ എന്ന് പറയുന്നവരാണ്, എന്നാൽ അവരുടെ കർമ്മങ്ങൾ നല്ലതല്ല. അഥവാ കാലത്തിന്റെ ഖലീഫയുടെ ഈ വിശദീകരണം മനസ്സിലാക്കുകയാണെങ്കിൽ അതനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ പുതിയ തലമുറയെ പരിശുദ്ധമായ സമൂഹമാക്കാൻ സാധിക്കും. ഫഹ്ഷ എന്ന വാക്കിന്റെ ആ വിശദീകരണം എന്നെ പിടിച്ചുകുലുക്കി. ഇത് അത്തരത്തിലുള്ള ഒരു പോയിന്റാണ്. അതിനെ ഞാൻ എന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കി വെക്കുന്നതാണ്. പറയുന്നു, വിവിധ എക്സിബിഷനുകളും കണ്ടു. ജമാഅത്തിന്റെ ചരിത്രം അറിയാൻ സാധിച്ചു. ഏതൊരു സമൂഹമാണോ തങ്ങളുടെ ചരിത്രം വിസ്മരിക്കാത്തത് അവർ എല്ലായ്പ്പോഴും പുരോഗതി പ്രാപിക്കും. റിവ്യൂ ഓഫ് റിലീജൻ 1 നൂറ്റാണ്ടിലധികമായി സന്ദേശം എത്തിച്ചുകൊണ്ടിരിക്കുന്നു. അഹമ്മദിയ ജമാഅത്ത് ആരംഭിച്ചതാണ്. പറയുന്നു, ഞാൻ സ്വയം സ്ഥിരമായി അത് വായിക്കുന്നു. വളരെ നിലവാരമുള്ള ആർട്ടിക്കിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഹ്യൂമാനിറ്റി ഫസ്റ്റിന്റെ സേവനവും ഉദാഹരണം ഇല്ലാത്തതാണ്. അയർലൻഡ് സംഘത്തിൽപ്പെട്ട ഒരു അതിഥിയായ വനിത അനീന ഔട്ട്സേബി സാഹിബ പറയുന്നു, ജൽസയിൽ പങ്കെടുത്തതുകൊണ്ട് എന്റെ അറിവിൽ വലിയ വർധനമുണ്ടായി. ഞാൻ അഹമ്മദിയ ജമാഅത്തിന് ഉന്നതമായ നിലയിൽ മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു. ലോകം മുഴുവനുമുള്ള ആളുകളെ കാണുന്നത്, അവരുമായി സംസാരിക്കുന്നത് വളരെ താല്പര്യമുണ്ടായിരുന്നു. എനിക്ക് എല്ലായിടത്തും സമാധാനവും സ്നേഹവും സാഹോദര്യവും കാണാൻ കഴിഞ്ഞു. ജൽസയിലെ പ്രസംഗങ്ങൾ ഈമാനിക വർധനവിന് കാരണമായിരുന്നു. എക്സിബിഷൻ കണ്ട് വളരെയധികം ആനന്ദം ഉണ്ടായി. എന്നാൽ എക്സിബിഷനിൽ ശുഹദാക്കളുടെ ഫോട്ടോ കണ്ട് വളരെയധികം ദുഃഖം തോന്നി. കാരണം ഈ അക്രമം കേവലം മതപരമായ അഭിപ്രായ ഭിന്നത കൊണ്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3-ാമത്തെ ദിവസത്തെ ബൈഅത്ത് പരിപാടി ഹൃദയത്തിൽ അസാധാരണമായ സ്വാധീനമുണ്ടാക്കി. ഒരുപാട് കാര്യങ്ങളും അനുഭവങ്ങളും ഉണ്ട്, വാക്കുകളിൽ വിവരിക്കുക അസാധ്യമാണ്. മെസഡോണിയയിൽ നിന്നുള്ള ഒരു പത്രപ്രവർത്തകൻ ടോണി എസോട്ടോ സിക്കി സാഹിബ് പറയുന്നു, ജൽസയിൽ ഞാൻ സ്വായത്തമാക്കിയ ഏറ്റവും വലിയ കാര്യം കാലത്തിന്റെ ഖലീഫയുടെ പ്രസംഗങ്ങളായിരുന്നു. പ്രത്യേകിച്ച് മക്കളുടെ ശിക്ഷണവുമായി ബന്ധപ്പെട്ട അങ്ങയുടെ പ്രസംഗം മക്കളുടെ ശിക്ഷണത്തിലേക്കും മേൽനോട്ടത്തിലേക്കും ശ്രദ്ധിപ്പിക്കുന്നതാണ്. പ്രത്യേകിച്ച് മൊബൈലിനെയും മറ്റും പരാമർശമുണ്ടായിരുന്നു. ഏതുവിധത്തിലാണ് ഈ വസ്തുക്കൾ കുടുംബത്തിന്റെ ഐക്യം നഷ്ടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരാഗോള സന്ദേശമായിരുന്നു. കാരണം ലോകത്തിലെ എല്ലാ കുടുംബങ്ങൾക്കും ഈ പ്രശ്നം നേരിടേണ്ടതായിട്ടുണ്ട്. അഥവാ ഒരു കുടുംബം എന്ന നിലയിൽ ഒത്തുചേർന്നു നിൽക്കുന്നില്ല എങ്കിൽ, ആളുകൾക്ക് പരസ്പരം ബന്ധമില്ല എങ്കിൽ ഛിന്ന ഭിന്നമായി പോകുന്നു. കുടുംബം ഛിന്ന ഭിന്നമാകുന്നതിലൂടെ സമൂഹവും ഛിന്ന ഭിന്നമാകുന്നു. നല്ല ഭാമിക്ക് ജാമ്യം ഉണ്ടാവുകയില്ല. ജോർജ് കാർത്തിയോ സാഹിബ് ഫിലിപ്പൈൻസിൽ നിന്ന് വന്നിരുന്നു. ഒരു വലിയ TV ചാനലായ ABCBNന്റെ പ്രസിദ്ധമായ മോർണിംഗ് ഷോയുടെ ആതിഥേയനാണ്. അദ്ദേഹം പറയുന്നു, ഇതെന്റെ ജീവിതത്തിലെ ആദ്യത്തെ അവസരമായിരുന്നു. ഞാൻ ഇത്രയധികം എണ്ണത്തിൽ വിവിധങ്ങളായ രാജ്യങ്ങളിലെ വർഗങ്ങളിൽപ്പെട്ട ആളുകളെ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കാണുന്നു. എല്ലാ വ്യക്തികൾക്കും, ഏത് രാജ്യക്കാരാകട്ടെ, ആളുകൾ പരസ്പരം അറിയില്ലെങ്കിലും
അറിവുണ്ടെങ്കിലും പരസ്പരം കാണുമ്പോൾ പുഞ്ചിരിക്കുമായിരുന്നു, സലാം പറയുമായിരുന്നു. ഏറ്റവും വലിയ കാര്യം ഇതാണ്, അവർ ഒരുമിച്ച് കൂടാനുള്ള കാരണം കേവലം സ്നേഹവും മാനുഷിക മൂല്യങ്ങളുടെ വ്യാപിക്കലും ആണ്. പറയുന്നു, ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് ആയിരക്കണക്കിന് സമ്മേളനങ്ങൾ കാണാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്രമാത്രം സമാധാനവും സ്നേഹവും അച്ചടക്കത്തോടും കൂടിയ ഒരു ജൽസ സാലാന യുകെയുടെ സംവിധാനവും പരിപാടികളും നടക്കുന്നത്, അതിന്റെ ഉദാഹരണം ഞാൻ മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ല. സന്നദ്ധ സേവകർ എത്രമാത്രം സ്നേഹത്തോടു കൂടിയാണ് ഞങ്ങളെ ആദരിച്ചത്. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും പരിഹരിച്ചു തന്നു. അത് എന്റെ ഹൃദയത്തെ വളരെ ഗഹനമായ നിലയിൽ സ്വാധീനിച്ചു. ചിലപ്പോൾ ട്രാഫിക് കൺട്രോളിന്റെ കാര്യം, ചിലപ്പോൾ ചൂട് ദൂരീകരിക്കാൻ വെള്ളം കുടിപ്പിക്കുന്നത്, ചെറിയ ചെറിയ കുട്ടികൾ വലിയ അധ്വാനത്തോടുകൂടി ഈ ഉത്തരവാദിത്വം നിറവേറ്റിയിരുന്നു. പറയുന്നു, എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഞാൻ ഈ ജൽസയിൽ പങ്കെടുത്തു. കാരണം ഈ ജൽസ എന്റെ തലച്ചോറിന് മുമ്പത്തേക്കാൾ ഉപരിയായി വികസിപ്പിച്ചു, എനിക്കൊരു പുതിയ വീക്ഷണകോണ് നൽകി. ഈ അർത്ഥത്തിൽ ജൽസ എന്റെ ജീവിതത്തിൽ ഒരു അടിസ്ഥാനശിലയാണ്. അത് മുഖേന എനിക്ക് ഒരു പുതിയ കൾച്ചറും സംസ്കാരവും കാണാൻ അവസരം ലഭിച്ചു. അത് ഫിലിപ്പൈൻ കൾച്ചറിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായതാണ്. യുനാനി അതിഥി മാർസിയ മാർട്ട്നർ പറയുന്നു, ഈ അനുഭവത്തെ വാക്കുകൾ വിവരിക്കുക എന്നത് സാധ്യമാണ്. 38,000 ആളുകൾ, അവർ സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. ജൽസയുടെ അവസരത്തിൽ വളരെ അസാധാരണമായ സ്നേഹത്തിന്റെ വികാരം എല്ലാവരിൽ നിന്നും ലഭിച്ചു. ഈ അനുഭവം വളരെയധികം സ്വാധീനം ഉണ്ടാക്കുന്നതായിരുന്നു. അതെന്റെ പ്രതീക്ഷകളെ കൂടുതൽ ഉയരത്തിലാക്കി. ഏതുവിധത്തിലാണ് മനുഷ്യത്വം ലോകത്തിന്റെ സമാധാനത്തിനു വേണ്ടി പുതിയ കാലഘട്ടത്തിൽ സമത്വത്തിനും പരസ്പരം സ്വീകരിക്കുന്നതിനും വേണ്ടി പ്രവർത്തിക്കുന്നത്. നമ്മുടെ അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും നമ്മുടെ മനുഷ്യത്വത്തിന്റെ പുരോഗതിയിൽ ഒരു ഉന്നതമായ സ്ഥാനം അത് നമുക്കവിടെ കാണാൻ സാധിക്കുന്നു. പിന്നീട് കാനഡയിൽ നിന്ന് ഇന്റലിജൻസ് വംശക്കാരുടെയും, അവർ ഫസ്റ്റ് നേഷൻസ് എന്നാണ് പറയുന്നത്, അവരുടെ സംഘവും പങ്കെടുത്തിരുന്നു. ആരാണോ തലകളിൽ വലിയ വലിയ ആചാരപരമായ തങ്ങളുടെ കിരീടം ധരിച്ചിരുന്നത്, അവർ ഗോത്രവംശജരാണ്. അവരുടെ 3 ഗോത്രത്തിന്റെ ചീഫും അവരുടെ ഒരു യൂത്ത് ലീഡറും പങ്കെടുത്തിരുന്നു. അവരുടെ യൂത്ത് ലീഡർ മാക്സ് ഫെൻഡെ പറയുന്നു, നമ്മെ ജൽസയിൽ ഖുദ്ദാമിന്റെ സന്നദ്ധ സേവനം വളരെയധികം സ്വാധീനിച്ചു. ഞങ്ങൾ തിരിച്ചുപോയി വളരെ പെട്ടെന്ന് തന്നെ അഹമ്മദി യുവാക്കളും യൂത്ത് ഫെസ്റ്റുമായി ചേർന്ന് പരിപാടികൾ സംഘടിപ്പിക്കും. അഹമ്മദി യുവാക്കൾ ഉള്ളതുപോലുള്ള അച്ചടക്കം ഞാൻ മറ്റെവിടെ ഒരു സമൂഹത്തിലും കണ്ടിട്ടില്ല. എത്ര പ്രാവീണ്യത്തോടു കൂടിയാണ് തങ്ങളുടെ ജോലികൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ഉദാഹരണം ലഭ്യമല്ല. ഖുദ്ദാമും ഈ കാര്യം ഓർക്കുക, ഈ പ്രശംസ അവരെ കൂടുതൽ സേവനത്തിലേക്ക് ശ്രദ്ധിപ്പിക്കുന്നതായിരിക്കേണ്ടതാണ്. ഒരു ചീഫ് റോഗോ റേഗ്മാൻ സാഹിബ് പറയുന്നു, സിഗരറ്റ് വലിക്കുന്ന ശീലം എനിക്ക് വളരെയധികം ഉണ്ടായിരുന്നു. തമ്പാക്കുവിന്റെ ഉപയോഗം ഞങ്ങൾ വളരെ പൊതുവായ നിലയിൽ ചെയ്യുന്നതാണ്. എന്നല്ല, സിഗരറ്റ് വലിയും തമ്പാക്കു ഉപയോഗവും ഞങ്ങളുടെ ഗോത്രത്തിൽ ഒരു മതപരമായ ആചാര്യം പോലെയാണ്. ഇതുപ്രകാരം വിശ്വാസത്തിലും ആത്മീയതയിലും പുരോഗതി വരും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്നാൽ ജൽസ സാലയുടെ അവസരത്തിൽ കാലത്തിന്റെ ഖലീഫ ജമാഅത്തിലെ ആളുകളോട് പറഞ്ഞു, സിഗരറ്റ് വലി ഉപേക്ഷിക്കേണ്ടതാണ്. അപ്പോൾ ചീഫ് പറയുന്നു, ഞാനും പ്രതിജ്ഞ ചെയ്തു, ഈ ജൽസയുടെ ദിവസങ്ങളിൽ ഞാൻ ഈ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതാണ്. പിന്നീട് തന്റെ ആ പ്രതിജ്ഞയിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയും ചെയ്തു. ഈ കാര്യം അഹമ്മദികൾക്കും ഒരു പാഠമാണ്. എന്നല്ല, ആരോ എന്നോട് പറഞ്ഞു, ദൈർഘ്യമുള്ള ഫ്ലൈറ്റുകളിൽ 12-13 മണിക്കൂർ ഉള്ളതിൽ അവിടെയും മുഴുവൻ ഫ്ലൈറ്റും നോ സ്മോക്കിംഗ് ഏരിയ ആയിരിക്കും. മുഴുവൻ ഫ്ലൈറ്റിലും അവിടെ സിഗരറ്റ് വലിക്കാൻ സാധിക്കില്ല. അപ്പോൾ ക്ഷമിക്കുന്നു എങ്കിൽ ജൽസയിൽ സ്ഥാനം കൈക്കൊണ്ടാൽ പ്രതിഫലവും ലഭിക്കും. വീണ്ടും പറയുന്നു, കാലത്തിന്റെ ഖലീഫയുടെ പ്രസംഗം കേട്ടതിനു ശേഷം എന്റെ അഭിപ്രായം ഇതാണ്, അഥവാ ഇസ്ലാമിന്റെ സന്ദേശം സ്നേഹിക്കുകയും സമാധാനം വ്യാപിപ്പിക്കുകയും മനുഷ്യത്വത്തോടുള്ള അനുകമ്പയുമാണ് എങ്കിൽ, ഏതുപോലെ താങ്കൾ തങ്ങളുടെ പ്രസംഗത്തിൽ പ്രകടിപ്പിച്ചു, അങ്ങനെ എങ്കിൽ ഞാൻ തീർച്ചയായും ഒരു അഹമ്മദി മുസ്ലിം ആകുന്നത് ഇഷ്ടപ്പെടും. പിന്നീട് ചീഫ് ഇതുകൂടി പറഞ്ഞു, അദ്ദേഹം അത്തരത്തിലുള്ള ഏതെങ്കിലും വാഗ്ദാനത്തിനു മുമ്പ് തങ്ങളുടെ നേതാക്കളോട് കൂടിയാലോചിക്കും. കാരണം ഇവർ തങ്ങളുടെ രീതികൾക്കും വലിയ പ്രാധാന്യം നൽകുന്നവരാണ്. ഫസ്റ്റ് നേഷന്റെ മറ്റൊരു ചീഫ് റീ റൌച്ചേഴ്സ് പറയുന്നു,
ഏതൊരു സ്നേഹവും ആദരവും ബഹുമാനവുമാണോ ഞങ്ങൾക്ക് ഈ ജൽസയിൽ ലഭിച്ചത്, അത് ഞങ്ങളുടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അധ്യാപനങ്ങളുമായി താല്പര്യമുള്ളതാണ്. ഏതുപോലെ നാം പരസ്പര സ്നേഹത്തോടും സാഹോദര്യത്തോടും കടന്നുപോ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും പൂർത്തിയാക്കി തന്നു. മുസ്ലിങ്ങളെ കുറിച്ച് ഒരു അഭിപ്രായം അമേരിക്കക്കാർക്കുണ്ട്, ഒരഭിപ്രായം കാനഡക്കാർക്കുണ്ട്. എന്നാൽ ഖേദകരം എന്ന് പറയട്ടെ, ചില ആളുകൾക്ക് മുസ്ലിങ്ങളെ കുറിച്ച് പോസിറ്റീവായ ചിന്തയല്ല ഉള്ളത്. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നു നാം സ്വയം നമ്മുടെ ശത്രുക്കളാണ് എന്ന് പറയുന്നു. ഞാൻ അഹമ്മദിയ ജമാഅത്തിൽ കണ്ടിരിക്കുന്നവർ പരസ്പരം കലഹിക്കുന്നില്ല, പരസ്പരം തർക്കിക്കുന്നില്ല, മറിച്ച് ഉന്നതമായ സ്വഭാവ ഗുണങ്ങൾ പരസ്പരം സ്വാധീനിക്കുകയാണ് ചെയ്യുന്നത്. സ്പെയിനിലെ സംഘത്തിൽപ്പെട്ട അഞ്ചീലോ ലോപ്പസ് സാഹിബ് പറയുന്നു, ആദ്യമായിട്ടാണ് ജൽസയിൽ പങ്കെടുത്തത്. അഹമ്മദിയ ജമാഅത്തുമായി എനിക്ക് ഗഹനമായ ബന്ധമുണ്ട്. ജൽസ വളരെയധികം താല്പര്യജനകമായിരുന്നു. മറ്റുള്ളവർക്ക് അഭിമാനവും ബഹുമാനത്തിന് അധ്യാപനം നൽകുന്നതായിരുന്നു. അതുപോലെ തന്നെ മറ്റു മതങ്ങളെയും മറ്റുള്ളവരെയും ബഹുമാനിക്കുന്ന അത്ഭുതകരമായ സംഭവമായിരുന്നു. ഇതെന്നും നിലനിർത്തേണ്ടതാണ്. ഈ മൂല്യങ്ങൾ എന്നും നിലനിർത്തിയിരുന്നുവെങ്കിൽ മറ്റൊരു സ്പെയിനിലെ സംഘത്തിലെ മറ്റൊരാൾ, അദ്ദേഹം കുർത്തുബ പത്രത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ജൽസയിലെ പങ്കെടുത്തിരിക്കുന്ന സ്വഭാവപരമായ ഗുണങ്ങളും അവരുടെ നന്മ വിവരിക്കുക എന്ന് തന്നെ എന്റെ കീ പോയിന്റ് ആണ്. മറ്റൊരു സഹോദരൻ പറയുന്നു, എനിക്ക് വളരെ അടുത്തുനിന്ന് കൾച്ചറും മറ്റും മനസ്സിലാക്കാനുള്ള അവസരം ലഭിച്ചു. അതുപോലെ തന്നെ പ്രസംഗങ്ങളും വളരെയധികം താല്പര്യമുണ്ടാക്കുന്നതായിരുന്നു. സ്പെയിനിൽ നിന്നുള്ള ഒരാൾ എഴുതുന്നു, ജൽസയിൽ പങ്കെടുത്തുന്നതിൽ ഈ കാര്യം പൂർണ്ണമായ വിശ്വാസമുണ്ടായി. യഥാർത്ഥ ഇസ്ലാം തീവ്രവാദത്തിൽ നിന്നും രക്തച്ചൊരിച്ചിൽ നിന്നും അതിന് വിദൂര ബന്ധം പോലും ഇല്ല. ജമൈക്കയിൽ നിന്ന് ഒരു സഹോദരി, ഒരു സ്ത്രീ പങ്കെടുത്തിരുന്നു. ലോയിഡ നിസ്പസ് സാഹിബ പറയുന്നു, അക്കൗണ്ടന്റ് ആണ്, വിദ്യാഭ്യാസമുള്ള സ്ത്രീയാണ്. കഴിഞ്ഞ 5 വർഷമായി ജമാഅത്തുമായി ബന്ധത്തിലാണ്. ഈ ജൽസയിൽ ജമാഅത്തുമായുള്ള എന്റെ ബന്ധം വളരെ വർദ്ധിച്ചു. എന്നാൽ ജൽസയിൽ പങ്കെടുത്തതിനു ശേഷം അതിൽ വളരെയധികം വിശാലത ഉണ്ടായി. ഇസ്ലാമിനെ കുറിച്ച് ഉള്ളിലുണ്ടായിരുന്ന എല്ലാ സംശയങ്ങളും ദൂരീകരിക്കപ്പെട്ടു. എനിക്ക് ഈ കാര്യം വളരെയധികം ഇഷ്ടപ്പെട്ടു. സ്ത്രീകളും പുരുഷന്മാരും വെവ്വേറെയാണ്. ഒരു ഭാഗത്ത് ആക്ഷേപമാണ്, എന്നാൽ ഈ സ്ത്രീക്ക് അത് ഇഷ്ടപ്പെടുകയാണ് ചെയ്തത്. അത് മുഖേന ആളുകളുടെ ശ്രദ്ധ മാറുന്നില്ല. സ്വയം അവർ അംഗീകരിച്ചു. അവര് ഒരുമിച്ച് കൂടുന്ന സ്ഥലങ്ങളിൽ പുരുഷന്മാരുടെ ദൃഷ്ടി ശരിയായിരിക്കുകയില്ല. സ്ത്രീകളും പുരുഷന്മാരും വെവ്വേറെയായിരുന്നു. അതുകൊണ്ട് ആളുകളുടെ ശ്രദ്ധ മാറിപ്പോകുന്നില്ല. ആളുകൾ ഇസ്ലാമിലേക്കും ഇബാദത്തിലേക്കും കൂടുതൽ ശ്രദ്ധിക്കുന്നു. അഹമ്മദി സ്ത്രീകളും ഏതെങ്കിലും വിധത്തിലുള്ള കോംപ്ലക്സിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ഈ കമന്റിനെ കുറിച്ച് ചിന്തിക്കേണ്ടതാണ്. ഇറ്റലിയിലെ പ്രൊഫസർ വിട്ടൈൽ ലാസ്ബി സാഹിബ് പറയുന്നു, ഒരു സ്റ്റഡി സെന്ററിന്റെ ഡയറക്ടറാണ് അദ്ദേഹം. ബൈഅത്തിനിടയ്ക്ക് അഹമ്മദികളുടെ ഈമാനിക അവസ്ഥ അത് അന്യർക്കും അനുഭവവേദ്യമായിരുന്നു. ഞാൻ സൈക്കോളജി പഠിച്ചിട്ടുണ്ട്. മനുഷ്യരുടെ ചലനവും രീതിയിൽ നിന്നും എനിക്കറിയാൻ സാധിക്കും അയാളുടെ ഈമാനിൽ എത്രമാത്രം സീരിയസ് ആണെന്ന്. എനിക്ക് അഹമ്മദികളെ കണ്ടുകൊണ്ട് അറിയാൻ സാധിച്ചു. നിങ്ങൾക്ക് നിങ്ങളുടെ ഈമാന്റെ നിലവാരം വളരെ ഉന്നതമാണ്. ഈ വർഷം 6 ലക്ഷത്തിലധികം ബൈഅത്ത് നടന്നു എന്നുള്ളത് അറിയാൻ സാധിച്ചു. നന്ദി, ഇവർ അഹമ്മദിയ ജമാഅത്തിലാണ് പ്രവേശിച്ചത്. ഇറ്റലിയിലെ ഒരു അതിഥിയായ വനിത റൊസീല ഫബിയാനി സാഹിബ, അവർ ഓറിയന്റലിസ്റ്റ് ആണ് പറയുന്നു. അതുപോലെ തന്നെ അവർ വത്തിക്കാനിലെ ഒരു മാസികയുടെ പത്രപ്രവർത്തക കൂടിയാണ് പറയുന്നു. ജൽസയിൽ വന്നുകൊണ്ട് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ഊഹം ലഭിച്ചു. ലോകത്ത് ഇത്രമാത്രം വ്യവസ്ഥാപിതമായ സമാധാന നിർഭരമായ ജമാഅത്തിനെ കുറിച്ച് നമ്മൾ വാർത്ത നൽകേണ്ടതാണ്. അഹമ്മദിയ ജമാഅത്ത് മുസ്ലിങ്ങൾക്കിടയിൽ സംസാരത്തിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പ്രൊജക്ടുകളും പരിപാടികളുടെയും സേവനങ്ങളുടെ അറിവ് മുഴുവൻ ലോകത്തിനും നൽകാൻ ആഗ്രഹിക്കുന്നു. ബിലാറഷ്യൻ യൂണിവേഴ്സിറ്റിയുടെ വൈസ് റിക്ടർ സർഗീഷ്തർ ഷോക്കി സാഹിബ് പറയുന്നു, മതങ്ങളെക്കുറിച്ചുള്ള പ്രാവീണ്യം ഉള്ള ആൾ എന്ന നിലയിൽ ഇസ്ലാമിനെ കുറിച്ച് എനിക്ക് വളരെ ഉപരിപ്ലവമായ അറിവ് മാത്രമാണുള്ളത്. ജൽസ സാനയിൽ പങ്കെടുത്തത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വിലപിടിപ്പുള്ളതും മതത്തെക്കുറിച്ചുള്ള അറിവുകളാണ്. എന്നാൽ ഇസ്ലാമിനെ കുറിച്ച് ഉപരിപ്ലവമായുള്ള അറിവാണുള്ളത്. എന്നാൽ ജൽസ സാനയിൽ പങ്കെടുക്കുക എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വിലപിടിപ്പുള്ളതും ഒരിക്കലും മറക്കാൻ സാധിക്കാത്തതും പ്രയോജനപ്രദമായ ഒരു അനുഭവമായിരുന്നു. ഈ ജൽസ മുഖേന യാഥാർത്ഥ്യം എനിക്കറിയാൻ സാധിച്ചു. അത് ഇതാണ്: ഇസ്ലാം ഒരു ആഗോള മതം ആണ്. ഈ വാക്ക് പൊതുവിൽ ആളുകൾ പറയുന്നു, എന്നാൽ എല്ലാവരും ഇതിനെക്കുറിച്ച് വിശ്വസിക്കുകയില്ല. ഇസ്ലാമിനെ കുറിച്ചുള്ള അറിവിന് കുറവുണ്ട്.
ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ഇസ്ലാമിന്റെ വളരെ മോശമായ മുഖങ്ങളാണുള്ളത്. അതുകൊണ്ട് ആളുകൾ ഇത് വിശ്വസിക്കാൻ അനുവദിക്കുന്നില്ല. എന്നാൽ ജൽസ സാലനയുടെ അന്തരീക്ഷം ഈ എല്ലാ വിധത്തിലുള്ള സംശയങ്ങളുടെ മതിലുകളെയും ഇടിച്ചു വീഴ്ത്തുന്നു. ഇത്തരത്തിലുള്ള ഒന്നിൽ അനുഭവപ്പെടുന്ന എന്റെ ആദ്യത്തെ അനുഭവമാണ്. ഞാൻ മുസ്ലിങ്ങളുടെ അന്തരീക്ഷത്തെ വളരെ അടുത്തു നിന്ന് ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ ജൽസ സാലനയിൽ വളരെ താല്പര്യമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. വിവിധ രാജ്യങ്ങളിലുള്ള പ്രതിനിധികൾ അവരുടെ സമുദായ വസ്ത്രത്തിലുണ്ടായിരുന്നു. ഈ ജൽസ സാലന സംവിധാനം മനുഷ്യ അത്ഭുതപ്പെടുത്തുന്നു. 200 പേർക്കുള്ള സംവിധാനം ഒരുക്കുക എന്നുള്ളത് തന്നെ പ്രയാസമാകുന്നു. എന്നാൽ 38,000 ആളുകൾക്കുള്ള സംവിധാനം ഇത് തികച്ചും അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. ഞാൻ എല്ലാ സന്നദ്ധ പ്രവർത്തകർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അവർ ജൽസക്ക് നല്ല സംവിധാനം ഒരുക്കുകയുണ്ടായി. ഇതാണ് പ്രവർത്തകരെ കുറിച്ചും സന്നദ്ധ സേവകരെ കുറിച്ചും പറയുന്നത്. ഈ പ്രാവശ്യവും കാനഡയിൽ നിന്ന് 140 ഖുദ്ദാം വന്നിരുന്നു. വൈൻഡപ്പിന്റെ ജോലി ചെയ്യുന്നതിന് വേണ്ടി അവർ നല്ലൊരു ജോലി ചെയ്തു. UK ഖാദിമ്യങ്ങളെ കൂടാതെ അവർക്കും നന്ദി. അതുകൂടാതെ തബ്ലീഗി ഡിപ്പാർട്ട്മെന്റ് UK ഈ വർഷം സെമിനാറും ചോദ്യോത്തരങ്ങളുടെ മജ്ലിസുകളും നടത്തിയതോ കൂടാതെ 5 എക്സിബിഷനുകളും നടത്തി. അൽ ഖുർആൻ നുമായിഷ്, അത് വിശുദ്ധ ഖുർആന്റെ മനോഹരമായ അധ്യാപനങ്ങളെ തുറന്നു കാണിക്കുകയായിരുന്നു. വിവിധ തരത്തിലുള്ള ഖുർആൻ അതിൽ വെക്കുകയുണ്ടായി. ഇതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ കുറിച്ചൊരു സ്പീച്ച് കണ്ടസ്റ്റ് ഉണ്ടായിരുന്നു. അത് ഹോളണ്ടിലെ രാഷ്ട്രീയദാൻ മിലിറ്ററിന്റെ ഭാഗത്തു നിന്നുള്ള ഹേറ്റ് ക്യാമ്പിന് മറുപടി എന്ന നിലയിലുള്ളതായിരുന്നു. പ്രസംഗ മത്സരമായിരുന്നു. അതിൽ അനഹമ്മദികളും അമുസ്ലിങ്ങളുമായ യൂറോപ്യൻ പങ്കെടുക്കുകയുണ്ടായി. ഒരു വനിത കാത്രീൻ മേരി യോഹാൻ ക്രിസ്ത്യാനിയാണ് പറയുന്നു. സ്ത്രീ എന്ന നിലയിൽ എനിക്ക് ഈ കാര്യത്തിൽ താല്പര്യമുണ്ടായിരുന്നു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ത്രീകളെ കുറിച്ചുള്ള അഭിപ്രായം എന്തായിരുന്നു? അദ്ദേഹം ആ ഒരു സമയത്താണ് വന്നത്. അന്ന് യൂറോപ്പിൽ ഛിന്ന ഭിന്നമായ അവസ്ഥയായിരുന്നു. ആ സമയത്ത് അദ്ദേഹം ഇപ്രകാരം പ്രഖ്യാപനം നടത്തി: തങ്ങളുടെ സ്ത്രീകളോട് ആദരവോടുകൂടി പെരുമാറുക. അതുപോലെ തന്നെ അദ്ദേഹത്തോട് ഒരിക്കൽ ചോദിക്കുകയുണ്ടായി, ജീവിതത്തിൽ ആരോടാണ് ഏറ്റവും കൂടുതൽ ആദരവ് കാണിക്കേണ്ടത്? അവിടുന്ന് പറഞ്ഞു തന്റെ മാതാവിനോട്. വീണ്ടും അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ വീണ്ടും അവിടുന്ന് പറഞ്ഞു തന്റെ മാതാവ്. മൂന്നാമതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ പറഞ്ഞു നിന്റെ മാതാവിനോട്. ഇത് എന്നെ വളരെയധികം സ്വാധീനിക്കുകയുണ്ടായി. അതുപോലെ തന്നെ മറ്റൊരു അതിഥി തബ്ലീഗ് ഡിപ്പാർട്ട്മെന്റിലെ ലാമിനറ്റ് മൊബീലിയൻ പറയുന്നു: ഞാൻ ആദ്യമായിട്ടാണ് ജൽസ സാലാനയിൽ പങ്കെടുക്കാനുള്ള അവസരം എനിക്ക് ലഭിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു വ്യക്തി ആരാണോ അള്ളാഹുവിനെ കുറിച്ച് അറിവ് കുറവുള്ളത്, അവർ ജൽസയിൽ പങ്കെടുക്കുകയാണെങ്കിൽ അതിന്റെ അവസാനത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവർക്ക് അറിവിന്റെ ഒരു സമുദ്രം കൂടെ കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്, അള്ളാഹുവിന്റെ അസ്തിത്വത്തെക്കുറിച്ച്. ജൽസയുടെ ലോകത്തിലെ വിവിധ മാർഗങ്ങളിലൂടെ ഉണ്ടായ പ്രചാരണം, അത് മീഡിയ, അതുപോലെ തന്നെ അൽ ഇസ്ലാം വെബ്സൈറ്റ് മുഖേന 8 ലക്ഷത്തിലധികം പ്രാവശ്യം വിസിറ്റ് ചെയ്യുകയുണ്ടായി. വീഡിയോവും 2,18,000 ആളുകൾ കാണുകയുണ്ടായി. ഓൺലൈൻ പ്രിന്റ് പത്രങ്ങൾ മുഖേന ജൽസയുമായി സംബന്ധിച്ച് ഉള്ള വാർത്തകൾ പ്രസിദ്ധീകൃതമായത് 53. റേഡിയോയിൽ വാർത്തകൾ പ്രസിദ്ധീകരിച്ചു. ടിവിയിൽ 4 വാർത്തകൾ പ്രക്ഷേപണം ചെയ്തു. മൊത്തത്തിൽ റിപ്പോർട്ടിന്റെ എണ്ണം 70 ആണ്. ഇത് മുഖേന ഏകദേശം 26 മില്യൺ ആളുകളിലേക്ക് സന്ദേശം എത്തുകയുണ്ടായി. പ്രസിദ്ധമായ TV ചാനൽ കവറേജ് നൽകിയ മീഡിയകൾ BBC TV, ITV, BBC അറബിക്, ദ എക്കണോമിസ്റ്റ്, റിസാല, എക്കണോമിസ്റ്റ്, എക്സ്പ്രസ് TV, ഓൾട്ടൺ ഹെറർ, ഹാംപ്ടൺ പോസ്റ്റ്, ഹെറാൾഡ്, ABC, ക്യാപിറ്റൽ, റേഡിയോ ഓൾട്ടൺ, ഹെറാൾഡ് ലണ്ടൻ, ലണ്ടൻ ലൈവ്. ഇതുകൂടാതെ BBCയുടെ 19 റീജിയണൽ റേഡിയോയിൽ ഞായറാഴ്ച ദിവസം നമ്മുടെ പ്രതിനിധികൾക്ക് സമയം നൽകുകയുണ്ടായി. ഇത് മുഖേന വലിയ സംഖ്യയിൽ ജനങ്ങളിലേക്ക് വാർത്തകൾ എത്തുകയുണ്ടായി. ലോകം മുഴുവനുമുള്ള ജേർണലിസ്റ്റുകൾ വന്നിരുന്നു. അവർ തിരിച്ചുപോയി അവരുടെ പത്രങ്ങളിൽ, ഇലക്ട്രോണിക് മീഡിയയിലും അതുപോലെ തന്നെ പ്രിന്റ് മീഡിയയിലും വാർത്തകളും മറ്റും ഡോക്യുമെന്ററികളും നൽകുന്നതായിരിക്കും. ഒരു ജപ്പാനി ന്യൂജൻസിയുടെ പത്രപ്രവർത്തക പറയുന്നു: ഞാൻ ജൽസ സാലാനയുടെ സമാധാന നിർഭരമായ അന്തരീക്ഷത്തിലൂടെ സ്വാധീനിക്കപ്പെട്ടിരുന്നു. എന്നാൽ
ആഗോള ബയ്യത്തിന്റെ അവസരത്തിൽ എല്ലാവരും ഇത്രമാത്രം പൊട്ടിപ്പൊട്ടിക്കരഞ്ഞത് എന്തിനായിരുന്നു? പിന്നീട് അവർക്ക് പറഞ്ഞു കൊടുത്തു, അഹമ്മദി മുസ്ലിങ്ങൾ അള്ളാഹുവിൽ നിന്ന് ലഭിച്ച അനുഗ്രഹത്തിന് നന്ദി പറയുകയാണ്, അതുപോലെ തന്നെ ലോകത്തിന് സമാധാനത്തിന് വേണ്ടി ദുആ ചെയ്യുകയാണ്. ഒരു വനിതയായ പത്രപ്രവർത്തക സ്ത്രീകളുടെ ജൽസാഗാഹിനെ കുറിച്ച് പറയുന്നു, കഴിഞ്ഞ വർഷം എനിക്ക് ജൽസയിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചിരുന്നു, എന്നാൽ സ്ത്രീകളുടെ ഭാഗത്ത് പോകാൻ സാധിച്ചിരുന്നില്ല. ഇപ്രാവശ്യം എനിക്ക് സ്ത്രീകളുടെ ഭാഗത്ത് പോകാൻ അവസരം ലഭിച്ചു. എനിക്ക് പറയേണ്ടതായിട്ട് വരും, നിങ്ങളുടെ സ്ത്രീകൾ പുരുഷന്മാരെ കൂടുതൽ വിദ്യാഭ്യാസമുള്ളവരാണ്, അതേപോലെ തന്നെ താല്പര്യമുള്ളവരുമാണ്, എല്ലാവിധത്തിലും സ്വതന്ത്രരാണ്, തങ്ങളുടെ ജമാഅത്തിനോട് വളരെയധികം ആത്മാർത്ഥത ഉള്ളവരാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെയധികം സ്വാധീനിക്കുന്ന ഒരു അനുഭവമായിരുന്നു. ആഫ്രിക്കയിൽ ജൽസയുടെ കവറേജ് നടന്നു. ഈ വർഷം 12 TV ചാനൽ ജൽസ UK-യുടെ പരിപാടികൾ പ്രക്ഷേപണം ചെയ്തു. അതിൽ ഘാന, നൈജീരിയ, സെറാലിയൂൺ, ഗാംബിയ, റുവാണ്ട, ബുർക്കിനോഫാസോ, ബെനീൻ, യുഗാണ്ട, മാലി, കോങ്കോ, ബ്രസൈൽ. ആദ്യമായി ബറോണ്ടി ടെലിവിഷനിൽ ജൽസ സാലാനയുടെ നടപടികൾ കാണിക്കുകയുണ്ടായി. ഇതുപോലെ തന്നെ ഓരോ പത്രപ്രവർത്തകരും അവരവരുടെ ടിവികളിലും ന്യൂസ് ചാനലുകളിലും നൽകുന്നതായിരിക്കും. മൊത്തത്തിൽ ഇത് മുഖേന 50 മില്യൺ ആളുകളിലേക്ക് ആഫ്രിക്കയിൽ ജൽസയുടെ പരിപാടികൾ കാണിക്കപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ട് 100 കണക്കിന് അഭിപ്രായങ്ങൾ ലഭിച്ചിരിക്കുന്നു. അതിൽ നിന്ന് ആളുകൾ കണ്ടു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഏതായിരുന്നാലും ഇത് വലിയ ഒരു വിശദീകരണമാണ്. ആളുകൾ തങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തിയത്, അതുപോലെ തന്നെ പത്രത്തിന്റെയും ഇതുപോലെ മറ്റു വകുപ്പുകളെക്കുറിച്ചും അസാധാരണമായ സ്വാധീനമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഫോട്ടോ എക്സിബിഷൻ കൂടാതെ റിവ്യൂ, അതുപോലെ തന്നെ ആർക്കൈവ് എക്സിബിഷൻ മുതലായവ വളരെയധികം സ്വാധീനം ചെലുത്തി. ഇത് മുഖേന ആളുകൾക്ക് ജമാഅത്തിന്റെ ചരിത്രം അറിയാൻ സാധിച്ചു. ജൽസയുടെ സംവിധാനവും അതേപോലെ തന്നെ എക്സിബിഷൻ മുതലായവയും അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവരും സന്നദ്ധ സേവകരായിരുന്നു. ഏതുപോലെ അഭിപ്രായങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നു, ഈ എല്ലാ സന്നദ്ധ പ്രവർത്തകരും ഒരു നിശബ്ദ തബ്ലീഗാണ് ചെയ്തുകൊണ്ടിരുന്നത്. കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഒരു പ്രാവശ്യം പൊതുവിൽ പങ്കെടുത്തവർ ഈ കാര്യം പ്രകടിപ്പിക്കുന്നു. സ്ത്രീകളുടെ ഭാഗത്തു നിന്നും പുരുഷന്മാരുടെ ഭാഗത്ത് നിന്നും പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് അസാധാരണമായ സ്വഭാവ ഗുണങ്ങളുടെ പ്രകടനമാണ് ഉണ്ടായത്. അവരിൽ സേവനത്തിനുള്ള മനോഭാവം അസാധാരണമായ നിലയിലായിരുന്നു. അതുകൊണ്ട് പങ്കെടുത്ത എല്ലാവരും അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തുന്നതിനു ശേഷം ഈ സേവനം ചെയ്തവർക്കും നന്ദി പ്രകടിപ്പിക്കേണ്ടതാണ്. അവർക്ക് വേണ്ടി ദുആയും ചെയ്യേണ്ടതാണ്. അള്ളാഹു ഭാവിയിലും ഇവർക്ക് സേവനം ചെയ്യാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാനും എല്ലാ പ്രവർത്തകരായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും നന്ദി അറിയിക്കുന്നു. അള്ളാഹു അവർക്ക് പ്രതിഫലം നൽകുമാറാകട്ടെ. ഭാവിയിൽ കൂടുതൽ ഉന്നതമായ നിലയിൽ സേവനം ചെയ്യാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. എപ്പോഴും അഹമ്മദിയ ഖിലാഫത്തിന്റെ സഹായികളായി തീരട്ടെ. എല്ലാ പ്രവർത്തിച്ചവരും അള്ളാഹുവിനു നന്ദി പ്രകടിപ്പിക്കുക. പ്രവർത്തകരായിട്ടുള്ള സ്ത്രീകളും പുരുഷന്മാരും അവര് കൂടുതലായിട്ട് അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിക്കേണ്ടതാണ്. അള്ളാഹു അവർക്ക് സേവനത്തിനുള്ള തൗഫീഖ് നൽകി. അള്ളാഹുവിന്റെ ഫളിൽ അനുഗ്രഹം കൂടാതെ സേവനം ചെയ്യാൻ തൗഫീഖ് ഒരിക്കലും ലഭിക്കുമായിരുന്നില്ല. അള്ളാഹു എല്ലാവരെയും വിനയത്തിൽ പുരോഗതി കൈവരിക്കുന്നതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ സേവനം കാരണം അല്ലെങ്കിൽ ഈ പ്രശംസകൾ കാരണം ഏതെങ്കിലും വിധത്തിലുള്ള അഹങ്കാരം ജനിക്കാതിരിക്കട്ടെ. Alhamdulillah nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى
القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.